ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും IIT എയിംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ IIT എയിംസിലെ സിലബസിൽ ബയോളജിയിലുള്ള സെൽസ് ആൻഡ് ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, കാരണം ഈ ഒരു സിലബസ് ബേസ്ഡാണ് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊരു പ്രിപ്പറേഷൻ നടത്തുക. അപ്പോൾ സെൽസ് ആൻഡ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ അതൊത്തിരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ കവർ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം. അപ്പോൾ ഇതൊന്നും നമുക്കൊരു റിവിഷൻ കൂടിയാവും. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോയ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം സെൽസ് ആൻഡ് ടിഷ്യൂസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നോക്കി, സെൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് വരുന്ന ഒരു കാര്യമാണ് സെൽ അല്ലേ? അപ്പോൾ സെൽ എന്താണ്? സെൽ നമുക്കറിയാം, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും എല്ലാ ജീവികളുടെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുകളാണ് അല്ലേ? നമുക്കറിയാമല്ലോ, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ ഇഷ്ടികകൾ കൂട്ടിവെച്ച് ഒരു വീടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ജീവികളുടെയും ബോഡി സെല്ലുകളുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? സോ ഇറ്റ് പെർഫോംസ് ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ഫോർ ദ ഓർഗാനിസം ടു സർവൈവ്. അപ്പോൾ ഒരു ഓർഗാനിസം സർവൈവ് ചെയ്യണമെങ്കിൽ, ഒരു ഓർഗാനിസം ജീവിക്കണമെങ്കിൽ, അത് അലൈവായിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ബോഡിയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് വേണം, നടക്കണം, കുറേ കാര്യങ്ങൾ നടക്കണം അല്ലേ? ഒരു ജീവി നമുക്കറിയാം, ഒരു ജീവനുള്ളവർ ശ്വസിക്കുന്നു, റെസ്പയർ ചെയ്യുന്നു, എക്സ്ക്രീഷൻ, ഡൈജഷൻ, ഓൾ ദിസ് പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും നമ്മുടെ ലിവിങ് തിങ്സിൽ അതൊരു യൂണിസെല്ലുലാർ ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ആണെങ്കിലും ഈ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെസ്പോൺസിബിൾ, ഇതെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? സെല്ലുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലിനെ ഒരു ജീവിയുടെ എന്താ പറയുക, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമ്മളിനി പറയുന്നത്, ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് സെല്ല് കണ്ടുപിടിച്ചത്? അദ്ദേഹം ഒരു ഓക്ക് ട്രീയുടെ കോർക്ക്, അതായത് കോർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ ട്രീയുടെ ബാർക്ക് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തു, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? ചെറിയ ചെറിയ ചേമ്പേഴ്സ് പോലെ കണ്ടു. നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. അതിലൂടെ അദ്ദേഹം നോക്കിയപ്പോൾ എന്താ കണ്ടത്? റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ് ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇൻ 1665. ഏത് വർഷത്തിലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? 1665 ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തത്? സെല്ല് കണ്ടുപിടിച്ചത്. 1665 അദ്ദേഹം സെല്ല് കണ്ടുപിടിച്ചു. ഏതിൻ്റെ സെല്ലാണ്? ഒരു കോർക്ക്, അതായത് ഒരു ഓക്ക് ട്രീയുടെ കോർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ ബാർക്കിനെ ആണ് നമ്മൾ പറയുന്നത്. അതിലൂടെ അദ്ദേഹം സെല്ല് കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ അദ്ദേഹം കണ്ടത്? സെല്ലെന്നാണോ ആദ്യം പറഞ്ഞത്? അല്ല, ദ ടൈനി ചേമ്പേഴ്സ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? ടൈനി ചേമ്പേഴ്സ് കണ്ടു. അതിനെ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ലെന്ന് വിളിച്ചു അല്ലേ? സ്റ്റഡി ഓഫ് ദ സെൽ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ്. നൗഎഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് cell biology. The study about the cell. അപ്പോൾ the Robert Hooke was the scientist who observed the cell first, and the study about the cell is called cell biology. സെൽസിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ ആ ബയോളജിയുടെ ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ബയോളജി. ഓക്കെ അല്ലേ? അപ്പോൾ സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് അബൌട്ട് ദ സ്റ്റഡി ഓഫ് സെൽസ്. Who discovered the cell first? The Robert Hooke, a scientist, discovered the cell first. He discovered the dead cell. Dead cell കണ്ടുപിടിച്ച കാരണം ഒരു ട്രീയുടെ ബാർക്കാണ് അദ്ദേഹം നോക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കാണാൻ പറ്റിയത് എന്താണ്? ഒരു ഡെഡ് സെല്ലാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു സെൽസ്. ടൈനി ചേമ്പേഴ്സിനെ അദ്ദേഹം എന്ത് വിളിച്ചു? അതായത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ട ടൈനി ആയിട്ടുള്ള ചേമ്പേഴ്സിനെ അദ്ദേഹം എന്ത് വിളിച്ചു? സെൽസ് എന്ന് വിളിച്ചു. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സെല്ല് എന്താണെന്ന് മനസ്സിലായി. അതാണ് ആരാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തിയെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാ ജീവികളുടെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്തത്
1665 1665 നമ്മുടെ റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അദ്ദേഹം കണ്ടുപിടിച്ച സെൽസ് ലിവിങ് ആണോ ഡെഡ് ആണോ? ഡെഡ് സെല്ലിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാ സെൽസുകളെയും നമുക്ക് കാണാൻ എല്ലാം മൈക്രോസ്കോപ്പിക് ആണോ എല്ലാ സെൽസുകളും? അല്ല അല്ലേ. നമുക്ക് സെൽസുകൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതുണ്ട്, മാക്രോസ്കോപ്പിക് ആയിട്ടുള്ളത്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ദ സെൽസ് വി ക്യാൻ ഏബിൾ ടു സീ വിത്ത് അവർ നേക്കഡ് ഐസ്. അതാണ് നമ്മൾ എന്താ പറയുക? മാക്രോസ്കോപ്പിക് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സെൽ ഏതാണ്? നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ സെല്ലെന്ന് പറഞ്ഞാൽ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. ഏറ്റവും ചെറിയ സെല്ല് ഏതാണ്? ഏറ്റവും ചെറിയ സെല്ലെന്ന് പറഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. അതൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയയാണ്. അപ്പോൾ ഏറ്റവും വലിയ സെല്ല് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. സ്മോൾ സെല്ല് ഏതാണ്? മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത് ഒരു തരം ബാക്ടീരിയയാണ്. എന്നാൽ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ സെല്ല് ഏതാണ്? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ സെല്ല്, ദ ലാർജസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ദ എഗ്. അതായത് ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള എഗ്ഗാണ്. സ്മോൾ സെല്ല് ഏതാണ്? അത് മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള സ്പേമാണ്. അപ്പോൾ സെൽസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ സെല്ല് എന്താണെന്ന് മനസ്സിലായി, ആദ്യം ആരാണ് സെല്ല് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നിങ്ങളുടെ നോളജിലേക്ക് പറഞ്ഞതാണ്, വലിയ സെല്ലുണ്ട്, ചെറിയ സെല്ലുണ്ട്. മെജോറിറ്റി ഓഫ് ദ സെൽസ്, ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള മെജോറിറ്റി ഓഫ് ദ സെല്ലും വി കനോട്ട് ഏബിൾ ടു സീ ഇറ്റ് വിത്ത് അവർ നേക്കഡ് ഐസ്. സോ വി യൂസ് മൈക്രോസ്കോപ്പ് ഫോർ ദ ഒബ്സർവേഷൻ ഓഫ് സെൽ. ഓക്കെ, ഇനി നമുക്ക് ഈ സെൽ ബയോളജിയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഉണ്ട്. അവരുടെ കാര്യങ്ങളൊന്ന് നോക്കാം. ആരൊക്കെ എന്തെല്ലാമാണ് കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞു സെൽ ബയോളജി എന്താണെന്ന് പറഞ്ഞു. എന്താ സെൽ ബയോളജി? ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽസ്. ഈ സെൽ ബയോളജിയിൽ കുറച്ച് സയൻറ്റിസ്റ്റ് അവരുടേതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. ആദ്യത്തെ നോക്കിയേ, ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. ലീവൻഹുക്ക് എന്ന് നമുക്ക് ഷോർട്ടായിട്ട് അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? ഇൻവെൻറ്റഡ് ദ പവർഫുൾ സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് വിച്ച് അലൗഡ് ഹിം ടു ബി ദ ഫസ്റ്റ് ടു ഒബ്സർവ് ആൻഡ് ഡോക്യുമെൻറ്റ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ. അപ്പോൾ നമ്മൾ പറഞ്ഞു റോബർട്ട് ഹുക്ക് 1665 ഒരു ഡെഡ് സെല്ല് കണ്ടുപിടിച്ചു ഇല്ലേ? പക്ഷേ ഇവിടെ ആൻറ്റൺ വാൻ ലീവൻഹുക്ക് എന്താ ചെയ്തത്? അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ എന്താ കണ്ടുപിടിച്ചേ? മൈക്രോ ഓർഗാനിസം. അദ്ദേഹം പോണ്ട് വാട്ടർ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? മൈക്രോ ഓർഗാനിസംസ് കണ്ടു. ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് കണ്ടത്? ബാക്ടീരിയ കണ്ടു, പ്രോട്ടോസോവ കണ്ടു. ഇതൊക്കെ ബാക്ടീരിയയും പ്രോട്ടോസോവയൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ്. നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. ദീസ് ആർ ദ ഓർഗാനിസം ദാറ്റ് വി കനോട്ട് സീ വിത്ത് അവർ നേക്കഡ് ഐസ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ ഓർഗാനിസം. സോ ദേ ആർ ലിവിങ്. അപ്പോൾ റോബർട്ട് ഹുക്ക് ഡെഡ് സെല്ലാണ് കണ്ടുപിടിച്ചതെങ്കിൽ നമ്മുടെ ആൻറ്റൺ വാൻ ലീവൻഹുക്ക് എന്താ കണ്ടുപിടിച്ചേ? അദ്ദേഹം കണ്ടുപിടിച്ചത് ലിവിങ് സെൽസ് ആണ് അല്ലേ? അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ലിവിങ് സെൽസ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ലീവൻഹുക്കാണ് കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കും. മൈക്രോബയോളജി എന്താണ്? മൈക്രോബയോളജി ഈസ് ദ സ്റ്റഡി അബൌട്ട് മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈക്രോബയോളജി എന്ന് വിളിക്കുക. അദ്ദേഹം ലീവൻഹുക്കാണ് ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എന്ത് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? സോ അദ്ദേഹം ഏത് വർഷത്തിലാണ് കണ്ടുപിടിച്ചത്? 1675 അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനുശേഷം കുറച്ച് സയൻറ്റിസ്റ്റ് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകി നമുക്ക് നോക്കാം. അപ്പോൾ റോബർട്ട് ബ്രൗൺ എന്താ കണ്ടുപിടിച്ചത്? നമുക്കറിയാം സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് എ സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ആസ് എ ന്യൂക്ലിയസ്. അപ്പോൾ സെല്ലിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുകയും അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹുക്കാണ് അല്ലേ? അപ്പോൾ സെല്ലിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്ത സയൻറ്റിസ്റ്റ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഏത് വർഷത്തിലാണ്? 1831 അല്ലേ? ദെൻ MJ Schleiden. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കൂ. ഫൗണ്ട് ഔട്ട് ദാറ്റ് the body of all plants is made up of cells in 1838. അദ്ദേഹം 1838 പറഞ്ഞു എല്ലാ പ്ലാന്റ്സിൻ്റെയും സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ്? ബോഡി ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റോബർട്ട് ബ്രൗൺ സെല്ലിൻ്റെ സെൻറ്ററിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഏത് വർഷത്തിലാണ്? 1831. MJ Schleiden എന്താ പറഞ്ഞേ? എല്ലാ പ്ലാന്റ്സിൻ്റെയും, നമ്മൾ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു? സെൽസ് കൊണ്ടാന്ന് പറഞ്ഞു. മനസ്സിലായോ? പിന്നെ നമ്മുടെ തിയോഡർ ഷാൻ എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. MJ Schleiden പറഞ്ഞു
എല്ലാ പ്ലാന്റ്സിൻ്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തിയോഡർ ഷാൻ എന്താ പറഞ്ഞേ, എല്ലാ ആനിമൽസിൻ്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? സോ M.J. Schleiden discovered that the body of all plants are made up of cells. At the same time, after that, Theodor Schwann discovered that the body of all animals is made up of cells. Then ഇത് കഴിഞ്ഞ് ഒരാൾ കൂടെ വന്നു, റുഡോൾഫ് വിർച്ചോ. വിർച്ചോ എന്താ പറഞ്ഞത്? observed that dividing cells and inferred that new cells are arising only from the existing cell. അപ്പോൾ റുഡോൾഫ് വിർച്ചോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഡിവൈഡിങ് സെൽസിനെയാണ്. ഡിവൈഡിങ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ല് മറ്റൊരു സെല്ലായിട്ട് മാറുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷനിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഹീ സെഡ് ദാറ്റ് ദ സെൽസ് ആർ കമ്മിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഒരു സെല്ലുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു സെല്ലുണ്ടാവൂ, അല്ലാതെ ഒരിക്കലും എം ഡിയിൽ നിന്നൊരിക്കലും സെൽസ് ഫോം ചെയ്യുന്നില്ല. അതായത് ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക, ഇതിൽ നിന്ന് മാത്രമേ മറ്റ് രണ്ട് സെല്ലുകൾ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അപ്പോൾ ന്യൂ സെൽസ് ഫോം ചെയ്യുന്ന എപ്പോഴും എവിടെ നിന്നായിരിക്കും? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുമ്പിലുള്ള ഒരു സെല്ലിൽ നിന്നായിരിക്കും ന്യൂ സെൽസ് ഫോം ചെയ്യുന്നത്. ഏത് പ്രോസസ്സ് വഴി? ഡിവിഷൻ വഴി. അപ്പോൾ ഇത്രയും സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. അതായത് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക്, അദ്ദേഹം 65 ഡെഡ് സെൽ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ലിവൻ ഹുക്ക് ഏതിലാണ്? 74 ലിവിങ് സെൽ ഒബ്സർവ് ചെയ്തു, കണ്ടുപിടിച്ചു. അതിനുശേഷം റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? 1831 അദ്ദേഹം എന്താ കണ്ടുപിടിച്ച? സെല്ലിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ദെൻ M.J. Schleiden 1838 പ്ലാന്റ്സിൻ്റെ ബോഡി സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഡിസ്കവേർഡ് ചെയ്തു. ദെൻ തിയോഡർ ഷാൻ 1839 ആനിമൽ ബോഡി ഓൾസോ മെയ്ഡപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ വിർച്ചോ എന്താ കണ്ടുപിടിച്ചേ? ഡിവൈഡിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഓൾ സെൽസ് ആർ കമ്മിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് ഒരിക്കലും ഒരു സെല്ല് വെറുതെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് ഉണ്ടാവുമല്ല. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുമ്പിലുള്ള ഒരു സെല്ലിൽ നിന്നാണ്, ഒരു പേരൻ്റ് സെല്ലിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൽ ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനും അവരുടെ ആ ഇയേഴ്സും എന്താണ് അവർ പറഞ്ഞതെന്നും നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ സെല്ല് എന്താണെന്ന് പഠിച്ചു, സെല്ലിൻ്റെ ഡിസ്കവറി എങ്ങനെയാണെന്ന് പഠിച്ചു, സെൽ ബയോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ആരൊക്കെയാണെന്നും എന്തെല്ലാം കോൺട്രിബ്യൂഷൻസാണ് അവർ കൊടുത്തതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോക്കൂ, അങ്ങനെ നമ്മൾ പറഞ്ഞു M.J. Schleidenനും തിയോഡർ ഷാനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സെല്ലിനെ കുറിച്ച്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു എന്നറിയാവോ? ഒരു തിയറി കണ്ടുപിടിച്ചു സെല്ലിനെ കുറിച്ച്, ഒരു തിയറി. ആ തിയറി വിളിക്കുന്ന പേരാണ് സെൽ തിയറി എന്ന് വിളിക്കുക. അപ്പോൾ നോക്കൂ, എന്താണ് സെൽ തിയറി പറയുന്നതെന്ന് നോക്കാം. സെൽ തിയറി വാസ് ഇനിഷ്യലി പ്രൊപ്പോസ്ഡ് ബൈ എന്താണ്? സ്ലീഡൻ എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. സ്ലീഡൻ ആൻഡ് ഷാൻ, തിയോഡർ ഷാൻ. M.J. Schleidenനും തിയോഡർ ഷാൻ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 1839 സെൽ തിയറി കണ്ടുപിടിച്ചു. അതിലെന്താ അവർ പറയുന്നേ? അതിനുശേഷം ഇവരൊരു സെൽ തിയറി ഉണ്ടാക്കി കേട്ടോ. അതിനുശേഷം നമ്മുടെ വിർച്ചോട് അതിലേക്ക് വന്നിട്ട് സെൽ തിയറി കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആദ്യം M.J. Schleidenനും തിയോഡർ ഷാനും കൂടെ വന്നിട്ട് ഒരു സെൽ തിയറി ഉണ്ടാക്കി. അതിനുശേഷം ആരതിലേക്ക് ജോയിൻ ചെയ്തു? വിർച്ചോ ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം ആ തിയറി എന്ത് ചെയ്തു? ഒന്ന് ഡെവലപ്പ് ചെയ്തു. സോ ഇനീഷ്യലി സെൽ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ M.J. Schleiden ആൻഡ് തിയോഡർ ഷാൻ. ദെൻ വിർച്ചോ ഡെവലപ്പ് ദ തിയറി ഫർദർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെൽ തിയറി പറയുന്നതെന്ന് നോക്കാം. നോക്കി, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more സെൽസ്. ജീവനുള്ള ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും അത് ഇറ്റ് ക്യാൻ ബി എ മൈക്രോ ഓർഗാനിസം, ഇറ്റ് ക്യാൻ ബി എ യൂണിസെല്ലുലാർ ഓർഗാനിസം ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഒരു സിംഗിൾ സെല്ലുള്ളതാണെങ്കിലും ഒത്തിരി സെല്ലുള്ളതാണെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ തിയറി. സോ സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു അവർ,
The cell is the basic unit of life. It is the smallest structural and functional unit of all organism. ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബേസിക് യൂണിറ്റ്. കാരണം നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിലുള്ള റെസ്പിറേഷൻ, ഡൈജഷൻ, അങ്ങനെയുള്ള എല്ലാ ലൈഫ് പ്രോസസ്സും നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അതിൻ്റെ ബേസിക് എവിടെ നിന്നാണ്? സെല്ലിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസിക് ഫോം ഓഫ് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ അതാണ് ഒരു ലിവിങ് സ്മോളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത്. സെൽ ഈസ് കോൾഡ് ദ സ്മോളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിക്കോസ് ദ ലൈഫ് പ്രോസസ് ദാറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ സെൽസ് ഇൻ അവർ ബോഡി. സോ ഓക്കെ, ദെൻ അതിലേക്ക് വെർച്ചോ എന്താണ് കൂട്ടിച്ചേർത്തത്? ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സെൽ തിയറി. അതിലേക്ക് വെർച്ചോ കൂട്ടിച്ചേർത്തത് എന്താണ്? അദ്ദേഹം പറഞ്ഞു ഓൾ സെൽസ് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, എല്ലാ സെൽസും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരൻ്റ് സെല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. സെൽസ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ്. പെട്ടെന്ന് അങ്ങ് ഉണ്ടായി വരുന്ന ഒന്നല്ല സെല്ല്. സെൽസ് എല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പേരൻസിൽ നിന്ന് ഉണ്ടായതുപോലെ തന്നെ എല്ലാ സെൽസും അതൊരു പേരൻ്റ് സെല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് ആര് പറഞ്ഞു? വെർച്ചോ പറഞ്ഞു. അപ്പോൾ എന്താണ്, എം.ജെ. ശ്ലീഡനും തിയോഡർ കൂടെ ആദ്യം സെൽ തിയറി കണ്ടുപിടിച്ചു. വെർച്ചോ എന്ത് ചെയ്തു? ആ സെൽ തിയറി ഒന്ന് ഡെവലപ്പ് ചെയ്തു, മോഡിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ സെൽ തിയറിയെ മോഡിഫൈ ചെയ്തു. അപ്പോൾ 3 സയൻറ്റിസ്റ്റ് മനസ്സിലായില്ലേ? എം.ജെ. ശ്ലീഡൻ, തിയോഡർ ഷാൻ ആൻഡ് റോബർട്ട് വെർച്ചോ. ഇത്രയും പേരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നതെന്ന്? എല്ലാ ജീവികളും ഉണ്ടാക്കിയിട്ടുള്ള ബോഡി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇറ്റ് ക്യാൻ ബി സിംഗിൾ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഓക്കെ, ദെൻ എന്താ പറഞ്ഞത്? അതിലേക്ക് നമ്മുടെ വെർച്ചോ ആഡ് ചെയ്ത് എന്താണ്? ഓൾ സെൽസ് ആർ അറൈസിങ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ദെൻ നമുക്ക് എന്തൊക്കെയാണ് സെൽസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്ന ആൾക്കാരാണ് സെൽസ്. നമ്മളത് 1 by 1 ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത് സ്ട്രക്ചറൽ സപ്പോർട്ട്. സ്ട്രക്ചറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ബോഡിയിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തരുന്നു അല്ലേ? അപ്പോൾ ഈ സ്ട്രക്ചർ തരുന്നത് ആരാണ്? സെല്ലുള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരു ഷേപ്പിലിരിക്കുന്നത്, അതല്ലേ? അതാണ് സ്ട്രക്ചറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി ഗ്രോ ചെയ്യുന്നില്ലേ? എല്ലാ ജീവികളും നമ്മൾ കുഞ്ഞുതായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ അഡൽട്ട് ആയപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ വന്നു. ആ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾക്കെല്ലാം റെസ്പോൺസിബിൾ ആരാണ്? ഈ സെൽ ഡിവിഷനാണ്. അപ്പോൾ സെൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പയർ ഓഫ് ദ ഓർഗാനിസം. റിപ്പയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെല്ല് നമ്മുടെ ബോഡിയിൽ ഡാമേജ്ഡ് ആയി പോയി, നമുക്കൊരു വൂണ്ട് സംഭവിച്ചു. അപ്പോൾ ആ ഡാമേജ് സെല്ലിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് ന്യൂ സെൽസിനെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? അതൊക്കെ സെൽ ഡിവിഷൻ വഴി നടക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ നോക്കിയേ, എനർജി പ്രൊഡക്ഷൻ. നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് സർവൈവ് ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഈ എനർജി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ തന്നെയാണ്? നമ്മുടെ സെൽസിലാണ്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്. സെല്ലിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റീപ്രൊഡക്ഷൻ. അറിയാം നമുക്ക്, നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെല്ല് മറ്റൊരു സെല്ലിന്, അതായത് നമ്മളിപ്പോൾ ഓർഗാനിസംസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ ഓഫ്സ്പ്രിങ്സ്, നമ്മുടെ കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനും സെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. നമുക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലുള്ള എന്താ പറയുക, നമുക്ക് ആ സെൻസസിനെ നമുക്ക് ആ സെൻസസിനോട് സെൻസ് ചെയ്യാനും നമ്മുടെ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും നമുക്ക് സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. പിന്നെ പ്രോട്ടീൻ ആൻഡ് എൻസൈം സിന്തസിസ്. പ്രോട്ടീൻസും എൻസൈംസും ഒക്കെ സിന്തസൈസ് ചെയ്യുന്നു. പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം നമ്മുടെ ബോഡിയിലുള്ള സെൽസുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ക്ലിയറായി നടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ അവരുടെ ആ കോർഡിനേഷൻ രണ്ടുപേരും, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി, so communication is essential. Communication between the cells are essential for the proper functioning of the body. അപ്പോൾ these all are the functions of the cell. ഇമ്പോർട്ടൻ്റ് ആണ്, സെൽസിൻ്റെ ഫങ്ഷനാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഡൈവേഴ്സിറ്റി, നമ്മൾ സെൽ എന്ന് കുറേ തവണ പറഞ്ഞു.
അപ്പോൾ ഒരു തരത്തിലുള്ള സെൽസ് ആണോ നമ്മുടെ ബോഡിയിലുള്ളത്? അല്ല, പല തരത്തിലുള്ള സെൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. പല തരത്തിലുള്ള സെൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 200 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, മസിൽ സെൽ, ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ല്, ഇതൊരു ഹ്യൂമൻ സൈനസ് സെൽസ് ആണ്, ഒനിയൻ സെല്ല്, ബാക്ടീരിയൽ സെല്ല്. അപ്പോൾ സെൽസ് എല്ലാം ഒരുപോലെയല്ല അല്ലേ, അതിൻ്റെ സ്ട്രക്ചർ ആവട്ടെ ഫങ്ഷൻ ആവട്ടെ ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആനിമൽ സെൽസിൻ്റെ സ്ട്രക്ചർ ആയിരിക്കില്ല പ്ലാന്റ് സെല്ലിനുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഡൈവേഴ്സിറ്റി നമുക്ക് സെൽസിൽ കാണാനായിട്ട് പറ്റും. കാരണം എന്താ, ഓരോ ബോഡി നമ്മുടെ ബോഡി തന്നെ ഓരോ പാർട്ടും ഓരോ ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫങ്ഷൻ അനുസരിച്ച് സ്ട്രക്ചറിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പല സെൽസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മസിൽ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള സെൽസുകളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പല തരത്തിലുള്ള സെൽസുകൾ നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ഈ സെല്ലിനെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്ലാന്റ് സെല്ലൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഒരു പ്ലാന്റിൻ്റെ സെക്ഷൻ എടുക്കുമോ അല്ലെങ്കിൽ ഒരു ഒനിയൻ്റെ പീൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി. അതുപോലെ ആനിമൽ സെൽ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചീക്ക് സെൽസ്, നമ്മുടെ ചീക്കിനുള്ളിൽ നിന്ന് നമ്മളൊരു ടങ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ആ ഒരു മെംബ്രെയിൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് എടുത്തതിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് സെൽസിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന സെൽസ്. പലതരത്തിലുള്ള സെൽസ് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? മസിൽ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് ഒരു സെല്ലിനെ കുറിച്ചൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഒരു പ്ലാന്റ് സെല്ലിൽ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്തൊക്കെയുണ്ട്? സൈറ്റോപ്പ്, നമ്മൾ പുറത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങാം, സെൽ വോളും തുടങ്ങാം അല്ലേ. സെൽ വോളുണ്ട്, അതുപോലെ സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിനകത്ത് കുറേ സെൽ ഓർഗനൽസ് നമുക്ക് കാണാനുണ്ട്. ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്, അതേപോലെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, വാക്യൂളുണ്ട്, പെറോക്സിസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, സൈറ്റോപ്ലാസം, റൈബോസോം, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഇതെന്താ? ഒരു സെല്ലെന്ന് പറയുമ്പോൾ നമ്മളൊരു ബണ്ണില്ലേ, അതുപോലെ ഒരു സെല്ല് ഇരിക്കുന്നത്. ഇപ്പോൾ ആ സെല്ലിനെ ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെല്ലൊരു ബൺ പോലെ നിങ്ങൾ ഓർത്താൽ മതി. അത് കവർ ചെയ്തിട്ടുള്ളൊരു സെൽ മെംബ്രെയിനും ഒരു സെൽ വോളും ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. ഇതൊരു പ്ലാന്റ് സെല്ലാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഈ പിക്ചർ? കുറേ കാര്യങ്ങൾ നമ്മളിത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും, നമുക്ക് കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന്. ഓക്കെ, അപ്പം നോക്കി, ആദ്യം തന്നെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, സെൽ വോൾ. കാരണം നമ്മൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ്? പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. എ സെൽ വോൾ ഈസ് എ റിജിഡ് outer layer that provides structural support, protection and the shape to plant, fungal and bacterial cell. കണ്ടോ, ഇവിടെ 3 പേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്ലാന്റ്സ്, ഫംഗസ്, അതുപോലെ ബാക്ടീരിയ. ബട്ട് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ആനിമൽ സെൽ. അപ്പോൾ സെൽ വോളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ സെൽ വോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു സെല്ലിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള കവറിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുക? സെൽ വോൾ എന്ന് പറയുന്നത്. ഏറ്റവും റിജിഡ് വോൾ, ഏറ്റവും പുറമേയുള്ള സെല്ലിനെ കവർ ചെയ്തിട്ടുള്ള ആ റിജിഡ് വോളിനെ നമ്മൾ എന്ത് വിളിക്കുക? സെൽ വോൾ എന്ന് വിളിക്കുക. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? അത് പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആ സെല്ലിനെ ഔട്ടർ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ സെൽ വോളിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ഈ സെൽ വോൾ എല്ലാ ആൾക്കാരിലും ഉണ്ടോ? ആനിമൽസിലുണ്ടോ സെൽ വോള്? ഇല്ല, ആനിമൽസിൽ സെൽ വോൾ ഇല്ല. അപ്പോൾ പിന്നെ എവിടേക്കാണ് സെൽ വോൾ കാണുന്നത്? സെൽ വോൾ കാണുന്ന ആരിലൊക്കെയാണ്? പ്ലാന്റ്സിലുണ്ട്, ഫംഗസിലുണ്ട്. ഫംഗസ് നമുക്കറിയാം അല്ലേ, മഷ്റൂം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗസിലുണ്ട്, പൂപ്പൽ എന്ന് മലയാളത്തിൽ പറയും. അതുപോലെ പിന്നെ എവിടെയാണ് ഉള്ളത്? ബാക്ടീരിയയിലുണ്ട്. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിലാണ് നമ്മൾ പ്രധാനമായിട്ടും സെൽ വോൾ കാണുന്നത്. അപ്പോൾ സെൽ വോൾ എന്താണ്? ഒരു സെല്ലിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന, ഇറ്റ് ഈസ് ദ റിജിഡ് ഔട്ടർ കവറിങ് ഓഫ് എ സെൽ വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. അത് പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സ്ട്രക്ചർ. ഒരു സെല്ലിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് സെൽ വോളാണ്. അതിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുന്നത് ഈ സെൽ വോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് സെല്ലിന് ഒരു പ്രത്യേക ഷേപ്പുണ്ട്. ആനിമൽ സെല്ലിന് നമ്മൾ ഷേപ്പ് അത്രയും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ആരിലൊക്കെ ഉണ്ട്? ഇത് പ്ലാന്റ്സിലുണ്ട്,
ഫംഗസിലുണ്ട്, ബാക്ടീരിയയിലുണ്ട്. ആരിലൊക്കെ ഇല്ലാത്ത ആർക്കാ? ആനിമൽസിന് സെൽ വോൾ ഇല്ല. അപ്പോൾ അതൊരു ക്യാരക്ടറാണ് അല്ലേ, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലേ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വോൾ നമ്മൾ പ്രധാനപ്പെട്ടും സെൽ വോൾ എവിടെ കാണുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ ഒറ്റ ഉത്തരം പറയും, പ്ലാന്റ്സ് എന്ന് പറയും. ഈ പ്ലാന്റ്സിലാണെങ്കിൽ ഈ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സിൽ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുലോസ് കൊണ്ട് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു ഫംഗസിലുണ്ട്, ബാക്ടീരിയയിലും ഒക്കെ സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ സെൽ വോൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫംഗസിലാണെങ്കിൽ ഈ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടിട്ടാണ്. കൈറ്റിൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈറ്റിൻ കൊണ്ടിട്ടാണ് ഫംഗസിൽ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ബാക്ടീരിയയിലാണെങ്കിലോ അതുണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്ന, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. സെല്ലുലോസ് ആണെങ്കിലും കൈറ്റിൻ ആണെങ്കിലും പെപ്റ്റിഡോഗ്ലൈക്കൺ ആണെങ്കിലും ഒക്കെ എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ബാക്ടീരിയയിലാണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇനി ആർക്കി ബാക്ടീരിയ ആണെങ്കിൽ, ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയകളുടെ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മ്യൂക്കോപെപ്റ്റൈഡ് അല്ലെങ്കിൽ സ്യൂഡോപെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയും. ഈ ഒരു മ്യൂക്കോപെപ്റ്റൈഡ് അല്ലെങ്കിൽ സ്യൂഡോപെപ്റ്റിഡോഗ്ലൈക്കൺ അവരുടെ ബോഡിയിലുള്ളത് കൊണ്ടാണ്, അവരുടെ സെൽ വോളിലുള്ളത് കൊണ്ടാണ് അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുക. എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഹോട്ട് സ്പ്രിങ്ങിൽ വളരെ ചൂടുള്ള അരുവികളിൽ താമസിക്കാൻ അവർക്ക് കഴിവുണ്ട്. അതുപോലെ വളരെ സലൈൻ ആയിട്ടുള്ള റീജിയൻസിൽ, സലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പിൻ്റെ അംശം, സലൈനിറ്റി വളരെ കൂടിയതുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവൊക്കെ ഇവർക്ക് കൊടുക്കുന്ന എന്തിൻ്റെ പ്രസൻസാണ്? ഈ പറഞ്ഞ മ്യൂക്കോപെപ്റ്റൈഡ് അല്ലെങ്കിൽ സ്യൂഡോപെപ്റ്റിഡോഗ്ലൈക്കണിൻ്റെ പ്രസൻസാണ്. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽ വോൾ എന്താണെന്ന് പറഞ്ഞു, സെൽ വോൾ ആരിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഓരോരുത്തരും കാണുന്ന, ഓരോ ആൾക്കാരിലും കാണുന്ന സെൽ വോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. പ്ലാന്റ്സിൽ കാണുന്ന സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സെൽ വോൾ ഇൻ പ്ലാന്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് വേർ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് chitin in fungus and peptidoglycan in bacteria and mucopeptide or pseudopeptidoglycan in archaebacteria. അപ്പോൾ these are the different components seen in the different cell walls. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇനി സെൽ വോൾ കഴിഞ്ഞാൽ, നമ്മളൊരു സെല്ലിൽ സെൽ വോൾ കഴിഞ്ഞാൽ, സെൽ വോൾ സെല്ലിൻ്റെ ഏറ്റവും പുറത്ത്, ഇപ്പോൾ നമ്മളിത് ഒരു ആനിമൽ സെല്ല് പഠിക്കുമ്പോൾ നമുക്ക് സെൽ വോൾ ഉള്ളതുകൊണ്ട് അതിനൊരു ഷേപ്പിൽ വരയ്ക്കാം അല്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ വരയ്ക്കാം. അപ്പോൾ ഈ സെൽ വോള് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് സെല്ലാണ് വരയ്ക്കുന്നത്, അപ്പോൾ സെൽ വോള് അതായത് നമുക്കിങ്ങനെ വരയ്ക്കാം. ഈ ഗ്രീൻ കളറാണ് സെൽ വോൾ എങ്കിൽ അതിനകത്ത് ഉള്ളത് യെല്ലോ കളറിലുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് പറയുക? സെൽ മെംബ്രെയിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഗ്രീൻ കളറ് സെൽ വോൾ ആണെങ്കിൽ നമുക്കിതിനെ സെൽ വോൾ എന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളറിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽ വോൾ കഴിഞ്ഞ് തൊട്ടടുത്തുള്ളതാണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. സെൽ വോൾ കഴിഞ്ഞ് അടുത്തുള്ളതാണ് സെൽ മെംബ്രെയിൻ. ഇവിടെ ഉണ്ട് സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ സെൽ വോൾ നമ്മൾ പറഞ്ഞു എല്ലാ ആൾക്കാരിലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ സെൽ മെംബ്രെയിൻ അങ്ങനെയല്ല, അതെല്ലാ ലിവിങ് സെൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കി, ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിൻ flexible layer that surround the cell. Substances enter and leave the cell through this membrane. The plasma membrane does not allow all substance to pass through. Therefore, the plasma membrane is also known as semi-permeable membrane. അപ്പോൾ നമ്മൾ ഈ സെൽ മെംബ്രെയിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ വോൾ കഴിഞ്ഞാൽ പിന്നെ സെല്ലിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ? അത് ഫ്ലെക്സിബിളാണ്, തിന്നാണ്, ഫ്ലെക്സിബിളാണ്. സെൽ വോൾ എങ്ങനെയായിരുന്നു? കുറച്ച് റിജിഡായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു പ്ലാന്റിൽ സെൽ വോൾ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിൻ്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആണോ? അല്ല, കുറച്ച് ഹാർഡായിട്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആനിമൽസ് നമ്മുടെ ബോഡിയിൽ തൊട്ട് നോക്കി വളരെ സോഫ്റ്റാണ്. കാരണം എന്താ? നമുക്ക് സെൽ വോൾ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താ ഉള്ളത്? സെൽ മെംബ്രെയിനാണ്. അതെങ്ങനെയാണ്? തിന്നാണ്, ഫ്ലെക്സിബിളാണ്. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിരിക്കും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? മക്കളെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത്, സെൽ വോളിനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? സെൽ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. ഈ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും.
എന്താ അത്? സെമി എന്ന് പറഞ്ഞാൽ പകുതി, പെർമിബിൾ എന്ന് പറഞ്ഞാലോ കടത്തിവിടുക. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഈ സെൽ മെംബ്രെയിൻ അങ്ങനെ കടത്തിവിടില്ല സെല്ലിനകത്തേക്ക്. ചില കാര്യങ്ങളെ മാത്രമേ, ചില സബ്സ്റ്റൻസിനെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുക? സെമി പെർമിബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുക. സോ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സെമി പെർമിബിൾ മെംബ്രെയിൻ ബിക്കോസ് ഇറ്റ് അലൗ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അല്ലെങ്കിൽ അലൗ ദ പാസേജ് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസ് ത്രൂ ഇറ്റ്. ചില സബ്സ്റ്റൻസിനെ മാത്രമേ ഇത് കടത്തിവിടുകയുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും സെല്ലിലേക്ക് കടത്തിവിടില്ല. ഇറ്റ് അലൗ ദ ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസ് ത്രൂ ഇറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് സെമി പെർമിബിൾ മെംബ്രെയിൻ. ഓക്കെ അല്ലേ? അപ്പോൾ സെൽ വോൾ കഴിഞ്ഞു, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് സെമി പെർമിബിൾ ആണ്. അതെല്ലാ സെൽസിലും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? പ്ലാസ്മ മെംബ്രെയിനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ്, സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു മോഡലാണ്. ഈ മോഡലാണ് നമ്മളിപ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്, സിംഗർ ആൻഡ് നിക്കോൾസൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് പ്ലാസ്മ മെംബ്രെയിനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ സെല്ലിനകത്ത് വരച്ചില്ലേ, ഇതില്ലേ ഈ അകത്തുള്ള ഈ മെംബ്രെയിൻ, ഇതിനെ അവർ എലോബറേറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണിത്. അതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ ഇതിനെ നമ്മൾ പറയുന്നതാണ് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയും. അപ്പോൾ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടൊക്കെയാണെന്നറിയാമോ? ലിപ്പിഡ് ബൈലെയറും അതുപോലെ പ്രോട്ടീൻസ് മോളിക്യൂൾസും കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഈസ് ദ മോഡൽ പ്രപ്പോസ്ഡ് ബൈ ടു സയൻറ്റിസ്റ്റ് സിംഗർ ആൻഡ് നിക്കോൾസൺ. They describe the structure of plasma membrane. According to their model, plasma membrane is made up of what? It is made up of lipid bilayer and protein molecules. We can see some proteins are embedded in the plasma membrane. What is the function of this protein? ഈ പ്രോട്ടീൻ എന്താ കാണിച്ചിരിക്കുന്നത്? ഈ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇതുവഴിയുള്ള നമ്മൾ പറഞ്ഞു, we already said the plasma membrane do not allow the transport of all substance. It allow only a limited substance passes through it. So അപ്പോൾ ഇവിടെ ഈ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സബ്സ്റ്റൻസിനെ കടത്തിവിടുന്നത്. ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ആ ട്രാൻസ്പോർട്ട് നടത്തുന്ന ഈ പ്രോട്ടീൻസ് മോളിക്യൂളിലൂടെയാണ്. അപ്പോൾ according to the fluid mosaic model, plasma membrane is made up of lipid bilayer and protein molecules. The protein embedded in the layer help the transportation of substance through it. അതായത് ഇതുവഴി സബ്സ്റ്റൻസിനെ കടത്തിവിടാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ചോദിച്ചാൽ എന്ത് പറയും? The fluid mosaic model explains that plasma membrane is made up of lipid bilayer and protein molecule. ലിപ്പിഡും പ്രോട്ടീനും ചേർന്നിട്ടാണ്, ലിപ്പിഡ്സും പ്രോട്ടീൻസും ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആരാ ഇത് പറഞ്ഞത്? സിംഗർ ആൻഡ് നിക്കോൾസൺ, രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് ഇത് ഒരു ഇതുവഴിയുള്ള ഒരു ട്രാൻസ്പോർട്ട് ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസിനെ കടത്തിവിടുന്നു. ഗ്ലൈക്കോ പ്രോട്ടീനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഇപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്? ഓക്കെ, ഇപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്താണെന്ന് മനസ്സിലായി. സെൽ വോളിന് ശേഷം പ്ലാന്റ് സെല്ലിലും അല്ലെങ്കിൽ ആനിമൽ സെൽസിനെ കവർ ചെയ്യുന്നതുമായിട്ടുള്ള സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ. തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്, സെമി പെർമിബിൾ ആണ്. സെമി പെർമിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡു നോട്ട് അലൗ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓൾ സബ്സ്റ്റൻസ് ത്രൂ ഇറ്റ്. അതാണ് സെമി പെർമിബിൾ എന്ന് പറഞ്ഞാൽ. ഓൺലി അലൗ സർട്ടൈൻ സബ്സ്റ്റൻസ് ടു ട്രാൻസ്പോർട്ട് ത്രൂ ഇറ്റ്, പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, ദെൻ പ്രോട്ടോപ്ലാസം. അങ്ങനെ നമ്മൾ എന്താ പറയുക, സെൽ വോളും സെൽ മെംബ്രെയിനും എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആ സെല്ലിനകത്തുള്ള മൊത്തം ആൾക്കാരെയും ചേർത്ത് പറയുന്ന നമ്മളുടെ പേരാണ്, നമ്മൾ ന്യൂക്ലിയസിനെയും അതിനകത്തുള്ള സൈറ്റോപ്ലാസത്തെയും അതിനകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാവരെയും നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഒരു സെല്ലിനകത്ത് എന്തൊക്കെയുണ്ടോ അവരെല്ലാവരെയും നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അതിൽ ആരൊക്കെ ഉണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞാൽ സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ്, ഇത് സൈറ്റോപ്ലാസം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ന്യൂക്ലിയസിൻ്റെ സറൗണ്ടിങ്സ് ഉള്ള സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള ഈ റീജിയനെ നമ്മൾ വിളിക്കുന്നതാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിങ് ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. അപ്പോൾ ഇത്
സെൽ മെംബ്രെയിനാണ്. അപ്പോൾ സെൽ മെംബ്രെയിനകത്തുള്ള എല്ലാ കമ്പോണൻസിനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? പ്രോട്ടോപ്ലാസം. ഇനി അങ്ങനെയാണെങ്കിൽ സൈറ്റോപ്ലാസം എന്താണ് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ്? സൈറ്റോപ്ലാസം പറയുമ്പോൾ അതിൽ നമ്മൾ ആരെ ഒഴിവാക്കുന്നു? ന്യൂക്ലിയസിനെ ഒഴിവാക്കുന്നു. അപ്പോൾ സെൽ മെംബ്രെയിനകത്ത് ന്യൂക്ലിയസ് അല്ലാത്ത ഓൾ പാർട്ട് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ എക്സെപ്റ്റ് ന്യൂക്ലിയസ് അല്ലാത്ത ബാക്കിയുള്ളവരെ സൈറ്റോപ്ലാസത്തിൽ, ന്യൂക്ലിയസ് അല്ലാതെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ, സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള എല്ലാവരെയും ചേർത്ത് വിളിക്കുന്നതാണ് ഓൾ പാർട്ട് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസം. ദെൻ സൈറ്റോപ്ലാസം എന്താണ്? ഹോൾ മെംബ്രെയിൻ എക്സെപ്റ്റ് ഓൾ ദ സബ്സ്റ്റൻസ് എക്സെപ്റ്റ് ദ ന്യൂക്ലിയസ്. അതായത് സൈറ്റോപ്ലാസം ഈസ് ദ ഓൾ മെറ്റീരിയൽ വിത്തിൻ എ സെൽ എൻക്ലോസ്ഡ് ബൈ ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിങ് ഓർഗനൽസ് ആൻഡ് എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്. ഓക്കെ, സെൽ ഓർഗനൽസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സെല്ലിനകത്ത് കാണുന്ന ഓരോ ഫങ്ഷൻസും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക. സെല്ലിനകത്ത് കാണുന്ന ഓരോരോ ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണ്? സെൽ ഓർഗനൽസ്. അപ്പോൾ ഈ സെൽ ഓർഗനൽസിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ന്യൂക്ലിയസിനെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ആരും നമ്മൾ പറയില്ല ന്യൂക്ലിയസിൽ പറയില്ല, ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസിന് പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ സൈറ്റോപ്ലാസം എന്ന് പറയാം. പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിനകത്തുള്ള ന്യൂക്ലിയസിനെയും സൈറ്റോപ്ലാസത്തെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സൈറ്റോപ്ലാസം, എന്താണ് പ്രോട്ടോപ്ലാസം? പ്രോട്ടോപ്ലാസം ഓൾ മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിനുള്ളിലുള്ള എല്ലാത്തിനെയും ചേർത്ത്. പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ് അല്ലാത്ത ബാക്കി കാര്യങ്ങളെ. ഓക്കെ അല്ലേ? ഇനി എന്താണ് സെൽ ഓർഗനൽസ്? സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സെൽ ഓർഗനൽസ് ആർ ദ പാർട്ട് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻ നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സെൽ. ഒരു സെല്ല് സർവൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെല്ല് ജീവിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങൾ, അതായത് സെൽ ഓർഗനൽസ് പെർഫോംസ് ഫങ്ഷൻസ് വിച്ച് ഈസ് നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് എ സെൽ. ഒരു സെല്ല് സർവൈവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഓർഗനൽസിനെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക. നമുക്ക് ആരൊക്കെയാണെന്ന് ഓരോരുത്തരെയും ഒന്ന് നോക്കാം. സെൽ ഓർഗനൽസ് ആരൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ, സെല്ലിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. നോക്കിക്കേ, ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾ ദ സെൽ. അപ്പോൾ ന്യൂക്ലിയസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾ ദ സെൽ എന്ന് പറയാം. ദെൻ അടുത്തത് ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയസിൻ്റെ പാർട്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത് നമ്മളൊരു നോക്കി, ഇതൊരു ന്യൂക്ലിയസിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് യു ക്യാൻ സി എ പിക്ചർ ഓഫ് ന്യൂക്ലിയസ്. ഒരു ബോൾ ഷേപ്പ് അല്ലേ? അവിടെ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഉള്ളിലുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി നമ്മളെ ന്യൂക്ലിയസ് മുറിച്ച് വെച്ചിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കിയേ. ആദ്യം തന്നെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ, സെല്ലിൻ്റെ പുറത്ത് സെൽ മെംബ്രെയിൻ ഉള്ളതുപോലെ തന്നെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ പുറത്ത് എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതായത് ന്യൂക്ലിയസ് ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഇസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതുകൊണ്ടാണ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്. അതായത് യൂകാരിയോട്സിൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് ന്യൂക്ലിയസിനെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ന്യൂക്ലിയസ് ആവട്ടെ, ഏതെങ്കിലും ഒരു ഓർഗനലാവട്ടെ, അതിൻ്റെ പുറത്ത് മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറയും. ഹിയർ ദ ന്യൂക്ലിയസ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ which is called nuclear membrane. So the nucleus is called membrane bound nucleus. It is a double layered membrane that cover the nucleus. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂക്ലിയസ് എടുത്ത് ഒരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ പുറമേ കവർ ചെയ്യുന്ന ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കണ്ടില്ലേ? ന്യൂക്ലിയർ എൻവലപ്പ് എന്നും കൂടെ വിളിക്കും അതിനെ. ന്യൂക്ലിയർ മെംബ്രെയിനോ ന്യൂക്ലിയർ എൻവലപ്പ് എന്നോ നമുക്ക് അതിനെ വിളിക്കാം. ഇനി ആ മെംബ്രെയിനിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്നറിയാവോ? മൈന്യൂട്ട്സ് ആയിട്ടുള്ള പോർസ് കാണാൻ പറ്റും. ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. വി ക്യാൻ സീ മൈന്യൂട്ട് പോർസ് ഓൺ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. സച്ച് പോർസ് ആർ കോൾഡ് ന്യൂക്ലിയർ പോർ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ന്യൂക്ലിയസ് എടുത്ത് നമ്മൾ നോക്കിയപ്പോൾ ന്യൂക്ലിയസിനെ പൊതിഞ്ഞുകൊണ്ട് ഡബിൾ ലെയർഡ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിച്ചു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മൾ എന്താ കണ്ടേ? അതിനകത്ത് മെംബ്രെയിനകത്ത് വി ക്യാൻ സീ ലോട്ട്സ് ഓഫ്
മൈന്യൂട്ട് പോസ് ഇൻ ദ മെംബ്രെയിൻ. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയർ പോർ എന്ന് വിളിച്ചു. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? ന്യൂക്ലിയർ പോർ ആർ പോസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ഈ ന്യൂക്ലിയസിനകത്തേക്ക് കാര്യങ്ങൾ കടന്നു പോകണം അല്ലേ, ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ. അതുപോലെ തന്നെ ന്യൂക്ലിയസിന് പുറത്തേക്കും മെറ്റീരിയൽസ് വരണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയസിനകത്തേക്കും പുറത്തേക്കും ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ് ഇറ്റ് അലൗ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസിനെ കടത്തിവിടുന്ന ആരാണ്? ഈ ന്യൂക്ലിയർ പോറുകളാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുപോലെ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ തുറന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറേ ഫ്ലൂയിഡ് കാണാൻ പറ്റും ന്യൂക്ലിയസിനകത്ത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ക്രൊമാറ്റിൻ. ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. നോക്കിക്കേ, ഇതാണ് ഈ ന്യൂക്ലിയസിന് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിനും കഴിഞ്ഞ് ന്യൂക്ലിയർ പോറൊക്കെ തുറന്ന് നമ്മൾ അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്നതാണ് ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയാമോ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. എന്തുണ്ട്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയോലസ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ന്യൂക്ലിയസിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ന്യൂക്ലിയസിലുള്ളത്? ആദ്യം ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വി ക്യാൻ സീ ലോട്ട് ഓഫ് പോർസ് ഇൻ ഇറ്റ്. സച്ച് പോർസ് ആർ കോൾഡ് ന്യൂക്ലിയർ പോർ. അതുവഴിയാണ് ത്രൂ വിച്ച് സബ്സ്റ്റൻസ് എൻ്റർ ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസ് പോകുന്നത് ന്യൂക്ലിയർ പോർ വഴിയാണ്. പോറും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ന്യൂക്ലിയോപ്ലാസം കാണും. എന്താ ന്യൂക്ലിയോപ്ലാസത്തിലുള്ളത്? ന്യൂക്ലിയോപ്ലാസത്തിലാണ് നമ്മൾ എന്തുള്ളത്? നമ്മുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉള്ളത്. അത് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ലേ നെറ്റ്വർക്ക് പോലെ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കുക. അതിനകത്തേക്ക് ഏറ്റവും സെൻറ്ററിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ന്യൂക്ലിയസിനകത്ത് എന്താ കാണാം? ന്യൂക്ലിയോലസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ന്യൂക്ലിയോലസും എന്തിലാണ് ഉള്ളത്? ന്യൂക്ലിയോപ്ലാസം. നമ്മൾ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ന്യൂക്ലിയസിനകത്തുള്ളതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ന്യൂക്ലിയോലസും ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ന്യൂക്ലിയോലസും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ പോർ, then nucleoplasm. It is a fluid inside the nucleus where chromatin reticulum and nucleolus are seen. ഓക്കെ അല്ലേ? ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ന്യൂക്ലിയോലസും എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയോപ്ലാസത്തിനകത്ത്. ഓക്കെ അല്ലേ? ദെൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം നോക്കിക്കേ, എന്താണെന്ന് നോക്കിയേ. ദേ ആർ സീൻ ആസ് നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഈ ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് നിൽക്കുക. അവരുടെ ഫംഗ്ഷൻ എന്താ? അവരിലാണ് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് എന്തുള്ളത്? നമ്മുടെ ജീനുകൾ ഇരിക്കുന്നത്. എന്താണ് ജീൻ? നിങ്ങൾ 10ൽ പഠിച്ചിട്ടുണ്ടാവും. ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ജീൻ അല്ലേ. നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ജീനുകളെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനകത്താണ്. മനസ്സിലായോ? സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറുമെന്നറിയാമോ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറും? ക്രോമസോംസ് ആയിട്ട് മാറും. എപ്പോൾ? സെൽ ഡിവിഷൻ്റെ സമയത്ത്. അപ്പോൾ ക്രോമസോംസിലല്ലേ ജീനുകൾ ഇരിക്കുന്നത്. സോ എന്താ അവിടെ ഉള്ളത്? അപ്പോൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ടു ഫോം ക്രോമസോംസ് ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടെയ്ൻ ജീൻസ്. ജീൻ ഇരിക്കുന്ന എവിടെയാണ്? ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ്. അത് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. ദെൻ ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻറ്ററിലുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? അത് റൈബോസോമിനെ സിന്തസൈസ് ചെയ്യുന്നു. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിനകത്തുള്ള ഒരു ഓർഗനലാണ് അല്ലേ. ഒരു സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറഞ്ഞാൽ. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയോലസ് ആണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ പാർട്സ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോറുണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോപ്ലാസിൽ ആരൊക്കെയുണ്ട്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൽ ആരാ ഉള്ളത്? ജീനുണ്ട്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്താ ചെയ്യുന്നത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടെയ്ൻസ് ടു ഫോം ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. ദെൻ ന്യൂക്ലിയോലസ് എന്താ ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് വിച്ച് സിന്തസിസ് റൈബോസോംസ്. റൈബോസോംസ് എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ
നമുക്ക് ഇനി ഓരോരുത്തരെ കുറേ സെൽ ഓർഗനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. സെൽ ഓർഗനൽസ് ആർ ദ കമ്പോണൻറ്റ് ഇൻസൈഡ് ദ സെൽ വിച്ച് ഡു സ്പെസിഫിക് ഫംഗ്ഷൻ നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് എ സെൽ. ഒരു സെല്ലിനെ സർവൈവ് ചെയ്യാൻ വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ മെമ്പേഴ്സ് ഇല്ലേ, ഓരോരുത്തരും അവരുടേതായ ഡ്യൂട്ടികൾ ചെയ്താൽ മാത്രമേ ആ വീട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സെല്ലിൻ്റെ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഓൾ സെൽ ഓർഗനൽസ് must do their function clearly, correctly. So the first one is Golgi apparatus. എന്താണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. These are the organelle that appear as a stalked membrane layer. മെംബ്രെയിൻ ലെയറുകളായിട്ട് കണ്ടോ, ഇതിങ്ങനെ ലെയറുകളായിട്ടല്ലേ കാണപ്പെടുന്ന മെംബ്രെയിൻ ലെയർ. These organelles transport protein and lipids to the various part. അതായത് നമ്മൾ പറഞ്ഞു റൈബോസോംസ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ബോഡിയുടെ പല പാർട്സിലേക്ക് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഔട്ട്സൈഡിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ആരാണ്? ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. അപ്പോൾ എങ്ങനെ ഇത് കാണപ്പെടുന്നത്? മെംബ്രെയിൻ ലെയേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആസ് എ മെംബ്രെയിൻ ലെയർ, സ്റ്റോക്ക് മെംബ്രെയിൻ ലെയർ ആയിട്ട് കാണപ്പെടും. എന്താ അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ദ സെൽ പിന്നെ അടുത്തുണ്ട് കളക്ട് ദ സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈം, ഹോർമോൺ, മ്യൂക്കസ്. സെൽ സെക്രീഷൻ ആയിട്ടുള്ള എൻസൈമിനെയും ഹോർമോണിനെയും മ്യൂക്കസിനെയും ഒക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. എൻസൈംസ് ഉണ്ട്. എൻസൈംസ് എന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതുപോലെ ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ലൈനിങ്സിലൊക്കെ കാണപ്പെടുന്നതാണ് മ്യൂക്കസ്. ഇതിനെയൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലാണ്. എന്നിട്ട് അതിന് എന്ത് ചെയ്യും? ചെറിയ സെമി വെസിക്കിൾസ് ആയിട്ട് ഇതുണ്ടോ, ചെറിയ സെമി വെസിക്കിൾസ് ആയിട്ട് ഇവരെ കളക്ട് ചെയ്തിട്ട് വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഗോൾജി അപ്പാരറ്റസ് പഠിച്ചു. ഗോൾജി അപ്പാരറ്റസ് എന്താ ചെയ്യുന്നത്? ഇവർ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു മെംബ്രെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൽ മെംബ്രെയിൻ ലെയേഴ്സ് അടുക്കിയുള്ള മെംബ്രെയിൻ ലേയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ദേ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ടു ദ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ഔട്ട് ഓഫ് ദ ബോഡി, വേരിയസ് പാർട്ട് ഓഫ് ദ സെൽ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോട്ടീൻസിനെ ലിപ്പിഡ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അവർ ഈ പറഞ്ഞ എൻസൈംസിനെയും ഹോർമോൺസിനെയും മ്യൂക്കസിനെയും ഒക്കെ കളക്ട് ചെയ്യുന്നു. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അങ്ങനത്തെ സ്മോൾ വെസിക്കിൾസിലാണ് അവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഗോൾജി അപ്പാരറ്റസ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഗോൾജി അപ്പാരറ്റസ് ഇസ് ദ ഗോൾഗി കോംപ്ലക്സ് എന്നൊക്കെ പറയും. ഇസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ that responsible for the transportation of protein and lipids in the cell and outside the cell. It collect the secretions of like enzymes, hormones and mucus. Okay അല്ലേ ഇത്രയും കാര്യങ്ങൾ? Okay. Then endoplasmic reticulum. This is the other cell organelle. These organelles appear as a network of tubules within the cells. കണ്ടോ, നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത് within the cells. Then it help in the synthesis and removal of material required by the cell. ഇതെന്താ ചെയ്യുന്നത്? സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ബൈ ദ സെൽ. സെൽസിന് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ സിന്തസൈസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ റിമൂവ് ചെയ്ത് കളയുന്നു. It is also known as cytoskeleton as it provides firmness and shape to the cell. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ഈ പേര് എന്താണ് അറിയപ്പെടുന്നത്? സൈറ്റോസ്കെലിട്ടൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അതിനെ സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത്? സ്കെലിട്ടൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ സ്കെലിട്ടൺ നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു, ഒരു സപ്പോർട്ട് കൊടുക്കും. അതുപോലെ സെല്ലിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഓർഗനലാണ് ആര്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. സോ അതുകൊണ്ട് നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ വിളിക്കുന്ന പേരാണ് സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കും. അതെന്താ ചെയ്യുന്നത്? കണ്ടക്ടിങ് ദ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെർവാസ് എ പാത്വേ ഫോർ ദ കണ്ടക്ടിങ് ഓഫ് മെറ്റീരിയൽസ്. ഇതും നമ്മുടെ ഗോൾജി കോംപ്ലക്സിനോടൊക്കെ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഫംഗ്ഷന്. നമ്മുടെ മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അടുത്തൊരു ഫംഗ്ഷനാണ് അത് നമ്മളെ സെല്ലിന് സ്ട്രക്ചറൽ സപ്പോർട്ടും അതുപോലെ ഫെമിനസ് ഒക്കെ കൊടുക്കുന്നതും ആര് തന്നെയാണ്? ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം തന്നെയാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സൈറ്റോസ്കെലിട്ടൺ ഓഫ് ദ സെൽ എന്ന് വിളിക്കാൻ പറ്റും. സെല്ലിൻ്റെ സ്കെലിട്ടൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും, കാരണം സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നില്ലേ. പിന്നെ നമ്മൾ പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നും കാണാൻ പറ്റും.
അതെന്താ? അതായത് ഈ റൈബോസോംസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോലസ്, സെല്ലിനകത്തുനിന്ന് ന്യൂക്ലിയോലസ് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈബോസോംസ് കാണുന്നത് 2 തരത്തിൽ കാണും. ചിലപ്പോൾ ഒന്ന് നമ്മുടെ സെല്ലിനകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് റൈബോസോംസ് കാണും. അല്ലെങ്കിൽ എന്താ ചെയ്യാമെന്നറിയാമോ? ഈ റൈബോസോംസ് വന്നിട്ട് ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണും. ഇഫ് ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഈസ് സീൻ അറ്റാച്ച്ഡ് വിത്ത് ഇഫ് ദ റൈബോസോം ഈസ് സീൻ അറ്റാച്ച്ഡ് വിത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇറ്റ് ഈസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം റൈബോസോംസ് ഒന്നും ഇല്ല എന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ഓർഗനലായിട്ടുള്ള റൈബോസോം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ആസ് ഇറ്റ് ഈസ് സീൻ ആസ് റഫ് ആയിട്ട് തോന്നുന്നു നമ്മൾ അതിൻ്റെ പുറത്തുള്ളത് കൊണ്ട്. പക്ഷേ ഇത് ഇവിടെ നോക്കിക്കേ, ദർ ഈസ് നോ റൈബോസോംസ്, സോ ദിസ് ഈസ് ഫ്രീ ഫ്രം ദ റൈബോസോംസ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. സോ ഇറ്റ് ഈസ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ആക്ട് ആസ് ദ സൈറ്റോസ്കെലിട്ടൺ. സൈറ്റോസ്കെലിട്ടൺ മീൻസ് the skeleton of the cell by providing firmness and shape. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ കുറിച്ച്? അപ്പോൾ ഗോൾജി അപ്പാരറ്റസ് പറഞ്ഞു, ഗോൾജി കോംപ്ലക്സ് പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം പറഞ്ഞു, 2 സെൽ ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവരൊക്കെ മെംബ്രെയിൻ മൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് കേട്ടോ. കാരണം എന്താ? അവരുടെ എല്ലാം ബോഡിയിൽ എന്താ ഉള്ളത്? അവരുടെ എല്ലാ സെൽ ഓർഗനൽസും മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, മൈറ്റോകോൺട്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനാണ് മൈറ്റോകോൺട്രിയ. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്താ? എനർജി പ്രൊഡക്ഷൻ ഓഫ് ദ സെൽ. സെല്ലിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ഫ്രം ATP, എനർജി ഇൻ ദ ഫോം ഓഫ് ATP. എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ത്രൂ ക്രെബ്സ് സൈക്കിൾ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? റെസ്പിറേഷൻ എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജനെ എടുത്തിട്ട് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ വിടുന്നതിനെയാണ് നമ്മൾ സിംപ്ലി റെസ്പിറേഷൻ എന്ന് പറയുക. ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ സെൽസിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നു അല്ലേ? അപ്പോൾ ആ ക്രെബ്സ് സൈക്കിൾ, 2 പ്രോസസ് ഉണ്ട് സെല്ലുലാർ റെസ്പിറേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. അതിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇത് മൈറ്റോകോൺട്രിയാണെന്ന് വിചാരിക്കുക. ഇത് മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറും. നിങ്ങൾക്കറിയാം, പൈറുവിക് ആസിഡായിട്ട് മാറി ഗ്ലൈക്കോളിസിസ് നടക്കും. ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്ന അറിയാമോ? മൈറ്റോകോൺട്രിയയുടെ അകത്ത് പോയിട്ട് അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ ആദ്യം സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് ATP പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ബാക്കി മേജർ പോർഷൻ ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATP എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. അതൊരു മോളിക്യൂളാണ്. അത് എനർജി കറൻസി. അതിൻ്റെ ആ ഫോസ്ഫേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെൽസിനും ബോഡിക്കും ഒക്കെ വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ATP എന്നാണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATPയിൽ ഫോസ്ഫേറ്റ് ബോണ്ടുകളുണ്ട്. ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ATP ബാക്കി എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയുടെ അകത്ത് വെച്ചിട്ടാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. ആ സമയത്താണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കും. അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വിളിക്കുന്ന പേരാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും. മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ ആസ് ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ഡ്യൂറിങ് ദ ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്രെബ്സ് സൈക്കിളിൻ്റെ സമയത്താണ്. ദെൻ എന്താണ്? അബണ്ടൻ്റ്ലി സീൻ ഇൻ ദ സെൽ ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ്. എന്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത്? നമ്മുടെ ബോഡിയിൽ മസിൽസ് നിങ്ങൾക്കറിയാം, നമ്മുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മസിൽസ്. ലിവർ, ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ്, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലമാണ് ബ്രെയിൻ അല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ബ്രെയിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ എനർജി വേണ്ട ഈ പറഞ്ഞ പോലെ ലിവറിലാവട്ടെ, ബ്രെയിനിലാവട്ടെ, മസിൽസിൽ, ഇവിടെയൊക്കെ എനർജിയുടെ ആവശ്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയ ഈ ഉള്ള സെല്ലുകളിൽ ലിവറിലാവട്ടെ, ബ്രെയിനിലും മസിൽസിലും ഒക്കെ ഒരുപാട് കാണും. ക്ലിയർ അല്ലേ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ? അപ്പോൾ മൈറ്റോകോൺട്രിയ എന്താണ്? ഇറ്റ് ഈസ് പവർ ഹൗസ് ഓഫ് ദ സെൽ ആസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് എനർജി ഡ്യൂറിങ് ദ ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ.
mitochondria is seen abundantly in the liver, brain and muscle cells. So where the energy requirement is very high. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ക്രിസ്റ്റേ കാണാൻ പറ്റും, ഒരു മാട്രിക്സ് കാണാൻ പറ്റും, ഇന്നർ മെംബ്രെയിൻ കണ്ട ഔട്ടർ മെംബ്രെയിൻ, ഇതൊക്കെ ഡബിൾ മെംബ്രെയിൻസ് ഉണ്ട്. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ 2 മെംബ്രെയിൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ആൻഡ് ക്രിസ്റ്റേ എന്ന് പറഞ്ഞാലും മെംബ്രെയിൻ ആണ്. അതുപോലെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇന്നറിലുള്ള ആ ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൈറ്റോകോൺട്രിയ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗോൾജി അപ്പാരറ്റസ് പഠിച്ചു, ഗോൾജി കോംപ്ലക്സ് പഠിച്ചു, പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം പഠിച്ചു, ഇപ്പോൾ മൈറ്റോകോൺട്രിയ പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഫങ്ഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? മൈറ്റോകോൺട്രിയ ഇമ്പോർട്ടൻ്റ് ആണ്, പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പോൾ ATP പ്രൊഡക്ഷൻ, നമ്മുടെ എനർജി കറൻസി ആയിട്ടുള്ള അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അതിനെ ട്രൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കുക. നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും അതൊക്കെ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രെബ്സ് സൈക്കിളാണ്. എവിടെ വെച്ചാൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്? മൈറ്റോകോൺട്രിയയുടെ അകത്ത് വെച്ച്. ഏതൊക്കെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ 2 പാർട്ട്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. അതിൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന എവിടെ വെച്ചാൽ? മൈറ്റോകോൺട്രിയയിൽ. ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെ വെച്ചാൽ? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട്. ഇനി റൈബോസോം, they are found in the cytoplasm either freely or attached to the endoplasmic reticulum. They functions as center of protein synthesis. നമുക്ക് ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞു, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, ഈ ചില റൈബോസോംസ് എന്താ ചെയ്യുക? ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് കാണുമെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. അപ്പോൾ റൈബോസോംസ് ഒന്നില്ലെങ്കിൽ സെല്ലിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണും, ഇല്ലെങ്കിൽ ഇത് എവിടെ കാണും? ഇത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ പുറത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്ത് കാണും. അപ്പോൾ ഒരു റൈബോസോമിനെ വലുതാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും? റൈബോസോമിന് 2 സബ് യൂണിറ്റുകളുണ്ട്. ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും. ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും. പിന്നെ അതിനകത്തൊരു RNA ഉണ്ട്, mRNA. അത് നമ്മുടെ മെസ്സഞ്ചർ RNA ആണ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന RNA ആണ്. ഒരു 6 RNA ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈബോസോം. എന്താണ് ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണ് ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പിന്നെ ഈ റൈബോസോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, ഇത് മെംബ്രെയിൻ ബൗണ്ട് അല്ല. ഈ റൈബോസോമിന് എന്തില്ല? ഔട്ടർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ട് ഇത് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് റൈബോസോം. അപ്പോൾ ഈ റൈബോസോമിൻ്റെ ഒരു പ്രത്യേകത, ഇത് യൂക്യാരിയോട്ട് സെൽസിലും കാണും, പ്രോക്യാരിയോട്ട് സെൽസിലും കാണും. കാരണം ഇത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല, മെംബ്രെയിൻ ഇല്ല. സോ അത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി സീൻ ബോത്ത് ഇൻ പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട്. ഇറ്റ് ഈസ് നോട്ട് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ പുറത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്ത് കാണും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ എന്ത് വിളിക്കും? റഫ് എന്ന് വിളിക്കും. പിന്നെ അല്ലാത്തതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. ഇനി അതിന് 2 സബ് യൂണിറ്റ് ഉണ്ട്, സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ റൈബോസോമിനെ കുറിച്ച് പഠിക്കാൻ. ഇനി വാക്യൂൾ എന്ന് പറയുമ്പോൾ കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ഈ വാക്യൂളിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, അത് മെംബ്രെയിൻ ബൗണ്ട് ആണ്, ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. പിന്നെ യൂഷ്വലി ലാർജ് വാക്യൂൾ ആർ സീൻ ഇൻ പ്ലാന്റ്സ്, സ്റ്റോർ വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എക്സെട്ര. ഈ വാക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? സ്റ്റോറിങ് ആണ്. സോൾട്ട്, വാട്ടർ, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, ഇതിനൊക്കെ ഈ വാക്യൂൾ എന്ത് ചെയ്യും? സെല്ലിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമുക്കൊരു കൺഫ്യൂഷൻ വരും, വാക്യൂൾസ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ? അല്ല, വാക്യൂൾസ് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെൽസിലും ഉണ്ട്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് സെൽസിലെ വാക്യൂൾ ഭയങ്കര വലുതായിട്ട് സെല്ലിൻ്റെ സെൻറ്ററിൽ കാണപ്പെടും. നമ്മളതിനെ കോൺട്രാക്റ്റൈൽ വാക്യൂൾ, ലാർജ് വാക്യൂളാണ്. പക്ഷേ ആനിമൽ സെല്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആനിമൽ സെല്ലാണെങ്കിൽ ഈ വാക്യൂൾസ് ഇങ്ങനെ യൂണിഫോമിലി ചെറിയ ചെറിയ വാക്യൂൾസ് ആയിട്ട് സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ചെറുതാണ് അത്, സൈറ്റോപ്ലാസ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എവിടെ? ആനിമൽ സെൽസിൽ. പക്ഷേ പ്ലാന്റ് സെൽസിൽ അങ്ങനെയല്ല. നമുക്ക് പ്ലാന്റ് സെൽ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ വാക്യൂളിനെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട്, സെൻറ്ററിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വാക്യൂൾസ് ആർ പ്രസൻറ്റ് ബോത്ത് ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽ, ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ ഇറ്റ് ഈസ് ലാർജ്, called contractile vacuole, but in the case of animal cell it is small and distributed here and there in the cytoplasm. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ ഫംഗ്ഷൻ? എന്താണ്? സ്റ്റോർ വാട്ടർ, സോൾട്ട്, ഇത്രയും കാര്യങ്ങൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? വാക്യൂളിൻ്റെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? വാക്യൂൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. വാക്യൂൾ അപ്പോൾ 2 ഇടത്തും ഉണ്ട്, ആനിമലിലും ഉണ്ട് പ്ലാന്റിലും ഉണ്ട്. പക്ഷേ വലിയ വാക്യൂൾ എപ്പോഴും നമ്മൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാന്റ് സെല്ലിലാണ് കാണപ്പെടുന്നത്. ഇനി പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ആരിൽ മാത്രമേ ഉള്ളൂ മക്കളെ? അത്
നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, അപ്പോൾ പ്ലാസ്റ്റിഡ്സ് ആർ സ്പെസിഫിക് പാർട്ട് ഇൻ ദ പ്ലാന്റ് സെൽ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ പ്ലാസ്റ്റിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫുഡ് മെറ്റീരിയൽസിൻ്റെ സിന്തസിസും അതുപോലെ സ്റ്റോറേജും ഒക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അത് എവിടെ മാത്രമേ ഉള്ളൂ? അത് എവിടെ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് പ്ലാസ്റ്റിഡ്സ് ഉള്ളത്? പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പറയാം പ്ലാസ്റ്റിഡ്സ് ആരിൽ മാത്രം കാണപ്പെടുന്നു? പ്ലാന്റ് സെൽസിൽ മാത്രം കാണപ്പെടുന്നു. ദേ ഹാവ് 2 ലെയേർഡ് മെംബ്രെയിൻ. കണ്ടോ, ഇതൊക്കെ അപ്പം മെംബ്രെയിൻ ബൗണ്ടാണ്. വ്യക്തമായിട്ട് 2 ലെയറുകളുണ്ട്. മെംബ്രെയിൻ ബൗണ്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സിൽ ഫസ്റ്റ് വരുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ദ ഗ്രീൻ പ്ലാസ്റ്റിഡ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ് ദേ കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. അതെവിടെയുള്ളത്? അത് നമ്മുടെ പ്ലാസ്റ്റിഡ്സ് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ്. പ്ലാന്റ്സിൻ്റെ ലീവ്സിലും സ്റ്റെംസിലും ഒക്കെ കാണപ്പെടുന്നു. അതിലുള്ള പിഗ്മെൻ്റ് ഏതാ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം പ്ലാസ്റ്റിഡ് ആണ്. അതിലുള്ള പിഗ്മെൻ്റ് ഏതാണ്? ക്ലോറോഫിൽ എ ഈസ് ദ കോൾഡ് പ്രൈമറി പിഗ്മെൻറ്റ്. As it is directly participant in the photosynthesis, chlorophyll B is called accessory pigment because it does not participate in photosynthesis. Instead, it absorbs sunlight and transfer it into ക്ലോറോഫിൽ എ. അപ്പം നമ്മൾ ഈ ക്ലോറോപ്ലാസ്റ്റിൽ നോക്കുകയാണെങ്കിലേ, അപ്പോൾ പ്ലാസ്റ്റിഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് സിന്തസിസും സ്റ്റോറേജും ഒക്കെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. പലതരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു പ്ലാസ്റ്റിഡാണ് ഏത്? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിൻ്റെ ലീവ്സിലും സ്റ്റെമ്മിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കളർ എന്താ? ഗ്രീൻ കളറാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. അതായത് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് പിഗ്മെൻറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിൽ പിഗ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. പിഗ്മെൻറ്റ്സ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ്, അവിടെയുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എയും ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, വേറെ പല പല ക്ലോറോഫിലുണ്ട്. പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഏതാണ്? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ആണ്. അതിൽ തന്നെ നമ്മൾ ക്ലോറോഫിൽ എയെ നമ്മൾ പ്രൈമറി പിഗ്മെൻ്റ് എന്നും ക്ലോറോഫിൽ ബിയെ നമ്മൾ അസസറി പിഗ്മെൻ്റ് എന്നും വിളിക്കും. എന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ എ ഈസ് കോൾഡ് പ്രൈമറി പിഗ്മെൻറ്റ് ആസ് ഇറ്റ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ ആരാണ്? ക്ലോറോഫിൽ എ ആണ്. ക്ലോറോഫിൽ ബി എന്താ ചെയ്യുന്നത്? ക്ലോറോഫിൽ ബി അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ദ ക്ലോറോഫിൽ എ. ഇറ്റ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി. അപ്പോൾ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ ക്ലോറോഫിൽ ബി ഒരിക്കലും ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റഡ് ഇറ്റ്സ് അബ്സോർബ് സൺലൈറ്റ് ആൻഡ് പ്രൊവൈഡ് ടു ദ ക്ലോറോഫിൽ എ. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? ക്ലോറോഫിലേക്ക് കൊടുക്കും. ക്ലോറോഫിൽ എ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോറോഫിൽ ബിയെ വിളിക്കുന്ന പേരാണ് അക്സസറി പിഗ്മെൻ്റ് എന്നും ക്ലോറോഫിൽ എ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി പിഗ്മെൻ്റ് എന്നും വിളിക്കും. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതായത് ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സി, ഡി, വേറൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടുള്ളതാണ് എയും ബിയും. അതിൽ എ ആണ് ഡയറക്റ്റ് ഫോട്ടോസിന്തസിസ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ പ്രൈമറി എന്നും, ക്ലോറോഫിൽ ബി പങ്കെടുക്കാത്തത് കൊണ്ട് നമ്മൾ അവരെ അക്സസറി എന്നും വിളിക്കും. ക്ലോറോഫിൽ ബി സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ക്ലോറോഫിലേക്ക് കൊടുക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഔട്ടർ ലെയർ ഉണ്ട്, പിന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഡബിൾ ലെയർഡാണ്, മെംബ്രെയിൻ ബൗണ്ടാണ്, സ്റ്റോമ ഉണ്ട്. സ്റ്റോമ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടാണ്. ഗ്രാനയുണ്ട്. ഇതുണ്ടോ? തൈലക്കോയിഡുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഗ്രാന. തൈലക്കോയിഡുകൾ ഒരു ഗ്രൂപ്പാണ്, നമ്മൾ ഗ്രാന എന്ന് വിളിക്കുക. ഇതിൽ എവിടെയാണ് സ്ട്രോമയിൽ എന്താ നടക്കുന്നത്? അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനാണ്. 2 റിയാക്ഷൻ ഉണ്ട്. സ്ട്രോമയിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ? ഡാർക്ക് റിയാക്ഷൻ. ഗ്രാനയിൽ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഫോട്ടോസിന്തസിന് 2 റിയാക്ഷൻസ് ഉണ്ട്, ഡാർക്കും ലൈറ്റും. അതിൽ സ്ട്രോമയിൽ നടക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്, ഗ്രാനയിൽ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, വിത്തൗട്ട് ലൈറ്റ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷനാണ് ഡാർക്ക് റിയാക്ഷൻ. അതെവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നു. അത് നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. അപ്പോൾ
ഇതാണ് ക്ലോറോഫില്ലിൻ്റെ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരു പ്ലാസ്റ്റിഡാണ്, പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡാണ്. ഫോട്ടോസിന്തസിസ് ആണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? മനസ്സിലായല്ലോ? ഒന്നും മനസ്സിലാവാനില്ലല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സ്ട്രോമയുണ്ട്, ഗ്രാനയുണ്ട്, തൈലക്കോയിഡ്സ് കാണാൻ പറ്റും. സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷനും ഗ്രാനയിൽ ലൈറ്റ് റിയാക്ഷനുമാണ് നടക്കുന്നത്. ഇനി അപ്പോൾ ഒരു തരം പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. മറ്റ് പ്ലാസ്റ്റിഡ്സ് ആണ് ലൂക്കോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ് ഫൗണ്ട് ഇൻ സീഡ്സ്, റൂട്ട്സ് ആൻഡ് സ്റ്റെം. ലൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സബ്സ്റ്റൻസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. അതായത് നമ്മുടെ സ്റ്റാർച്ച്, ഓയിലിനെയും പ്രോട്ടീനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. കളർലെസ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. എവിടെയൊക്കെ കാണപ്പെടുന്നത്? സീഡ്സിലും റൂട്ടിലൊക്കെ ഉണ്ട്, സ്റ്റെമ്മിലും ഒക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? സ്റ്റോർ ദ ഓയിൽ, സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കളർലെസ് ആണ്. ഇനി അടുത്തത് ക്രോമോപ്ലാസ്റ്റ്. എന്താ ക്രോം എന്ന് പറയുന്നത്? ക്രോമോ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അർത്ഥം, പിഗ്മെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ കളേർഡ് അല്ലെങ്കിൽ കളേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ കളേർഡായിട്ടുള്ള പ്ലാസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോമോപ്ലാസ്റ്റ്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. ദീസ് ആർ കളേർഡ് പ്ലാസ്റ്റിഡ്സ് സിഗ്ൻ ഇൻ ദ ഫ്രൂട്ട് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ടിനും ഫ്ലവേഴ്സിനും ഒക്കെ ആ കളർ കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ക്രോമോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്കറിയാം പ്ലാന്റ്സിൻ്റെ പല പാർട്സും പല കളറിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ ക്രോമോപ്ലാസ്റ്റ് ആണ് മറ്റ് കളേഴ്സ് കൊടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി. ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആന്തോസയാനിൻ എന്ത് കളറാണ് കൊടുക്കുന്നത്? റെഡ്. കരോട്ടിൻ ഓറഞ്ച്. നമ്മുടെ ക്യാരറ്റിലൊക്കെ ഉള്ള കരോട്ടിൻ ഉണ്ട്. പിന്നെ സാന്തോഫിൽ എന്താ കൊടുക്കുന്നത്? യെല്ലോ. അപ്പോൾ 3 പിഗ്മെൻറ്റ്സ് പഠിക്കുക. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. ദാറ്റ് ഇമ്പാർട്ട് കളർ ടു ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ആന്തോസയാനിൻ പ്രൊവൈഡ് റെഡ് കളർ, കരോട്ടിൻ ഓറഞ്ച് കളർ ആൻഡ് സാന്തോഫിൽ യെല്ലോ കളർ. അപ്പോൾ ഈ ആന്തോസയാനിനും കരോട്ടിനും സാന്തോഫിലും ഒക്കെ നമ്മുടെ ക്രോമോപ്ലാസ്റ്റിനകത്തുള്ള പിഗ്മെൻറ്റ്സ് ആണ്. അവരാണ് ഓരോ കളറുകൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിഡ്സ് നമ്മൾ പറഞ്ഞു സ്റ്റോറേജ്, സിന്തസിസ് ഓഫ് ഫുഡും സ്റ്റോറേജും ഒക്കെയാണ് അവരുടെ ഫംഗ്ഷൻ. 3 തരത്തിലുള്ളതുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഗ്രീൻ കളേർഡ് ആയിട്ടുള്ളതാണ്. ഫോട്ടോസിന്തസിസ് ആണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ദെൻ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളേർഡാണ്. പ്രോട്ടീൻ, ഓയിൽ, സ്റ്റാർച്ച് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നു. അതിൽ ആന്തോസയാനിൻ റെഡ് കളറും, കരോട്ടിൻ ഓറഞ്ച് കളറും, സാന്തോഫിൽ യെല്ലോ കളറും പ്രൊവൈഡ് ചെയ്യുന്നു. സാന്തോഫിൽ യെല്ലോ, ആന്തോസയാനിൻ റെഡ്, കരോട്ടിൻ ഓറഞ്ച്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നോക്കൂ. അപ്പോൾ പ്ലാന്റ് സെല്ല് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കി ആനിമൽ സെൽ. ഇവിടെ നമ്മൾ ഈ പറയുമ്പോൾ ആനിമൽ സെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ്? സെൽ വോൾ ആനിമൽ സെല്ലിനില്ല. ബാക്കി നമ്മൾ പറഞ്ഞ ഓർഗനൽസ് മിക്കതും തന്നെ എവിടെയും നമുക്കുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ് നമ്മളിപ്പോൾ ഡീൽ ചെയ്ത ഗോൾജി ഒപ്പാരറ്റസ്, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം ഒക്കെ തന്നെ എവിടെയുണ്ട്? നമ്മുടെ ആനിമൽ സെൽസിലും ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിഡില്ല. വാക്യൂളും ഉണ്ട് ആനിമൽ സെൽസിൽ, പ്ലാസ്റ്റിഡില്ല. പിന്നെ ആനിമൽ സെൽസിൽ മാത്രമായിട്ടുള്ള 2 ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈസോസോമും സെൻട്രോസോമും. ലൈസോസോം നോക്കൂ എന്താണ്? ലൈസോസോം കണ്ടെയ്ൻ ദ ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റൻസ് എൻ്ററിങ് ദ സെൽ. അപ്പോൾ ഈ ലൈസോസോം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ സെല്ലിലേക്ക് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ പാത്തജൻ, ഇറ്റ് ക്യാൻ ബി ഡസ്റ്റ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഫ്രം ദ സെൽ. നമ്മുടെ സെല്ലിൻ്റെ പുറത്തുനിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. അത് സെല്ലിന് വേണ്ട സാധനങ്ങളാണോ? അല്ല, ഫോറിനാണ്, പുറത്തുനിന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇറ്റ് ക്യാൻ ബി എ പാത്തോജൻ, അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ആണ് ആര്? ലൈസോസോം എന്ന് പറയുന്നത്. ഈ ലൈസോസോം എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നത്? ലൈസോസോമിനകത്ത് ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ലൈസോസോം ഈസ് ആൻ ഓർഗനൽ പ്രസൻറ്റ് ഓൺലി ഇൻ ദ ആനിമൽ സെൽ വിച്ച് കണ്ടെയ്ൻ എൻസൈം കോൾഡ് ലൈസോസൈം വിച്ച് ഡിസ്ട്രോയ് ദ ഫോറിൻ പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ഇൻ ടു ദ സെൽ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഫോറിൻ പാർട്ടിക്കിൾസ് ക്യാൻ ബി pathogen, dust particle, anything from the outside of the cell. Then അതുകൊണ്ട് തന്നെ ഈ ലൈസോസോമിനെ വിളിക്കുന്ന വേറൊരു പേരാണ്
സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കും. എന്താണെന്നറിയോ? ആത്മഹത്യാ സഞ്ചികളെന്ന് വിളിക്കും. എന്താ അത്? അതായത് ഇപ്പോൾ ഒരു സെല്ലിന് ഒരു ഡാമേജ് പറ്റി, അല്ലെങ്കിൽ സെല്ലിന് എന്തെങ്കിലും ഒരു ഡിസീസ് ബാധിച്ചു, അങ്ങനെയുള്ള സമയത്ത് ഈ ലൈസോസൈം എന്ത് ചെയ്യുന്നറിയാവോ? ആ സെല്ലിനെ തന്നെ, സെൽ ഇറ്റ്സെൽഫ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതായത് ലൈസോസൈം ഡിസ്ട്രോയ് ദ സെൽ ഇറ്റ്സെൽഫ്. ആ സ്വന്തമായിട്ട് ഏത് സെല്ലിലാണോ അതുള്ളത് ആ സെല്ലിനെ തന്നെ അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയും, സ്വന്തമായിട്ട് അതിനെ നശിപ്പിച്ച് കളയും. ഇഫ് ഇൻ ദ കേസ് ഓഫ് എനി ഡാമേജ് ഓർ ഡിസീസ്ഡ്, എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയാലോ ഏതെങ്കിലും ഒരു ഡിസീസ് ബാധിക്കുന്ന സമയത്തൊക്കെ അതങ്ങ് സ്വന്തമായിട്ട് നശിച്ചു പോയാൽ എന്താ ഗുണം? മറ്റ് സെല്ലിലേക്ക് അത് ഒരിക്കലും വ്യാപിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ലൈസോസൈം എന്ത് ചെയ്യും? ഈ സെല്ലിനെ തന്നെ അങ്ങോട്ട് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ലൈസോസോം ഡിസ്ട്രോയ് ദ സെൽ ഇറ്റ് സെൽഫ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ സൂയിസൈഡ് ബാഗ്സ് എന്ന് പറയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഇനി അടുത്ത് നോക്കി, സെൻട്രോസോം. ഈ സെൻട്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Centrosome is the cell organelle that is found only in animal cell. ആനിമൽ സെല്ലിൽ മാത്രമുള്ള ഒരു സെൽ ഓർഗനാണ് സെൻട്രോസോം. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈ സെൻട്രോസോമിനകത്ത് എന്തുണ്ടെന്ന് അറിയാമോ? സെൻട്രിയോൾ ഉണ്ട്. എന്താ ഉള്ളത്? സെൻട്രിയോൾ ഉണ്ട്. സെൻട്രിയോൾസ്. ഈ സെൻട്രിയോൾസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുന്ന സമയത്ത് സെൻട്രിയോൾസ് ആ ഡിവിഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. സെൽ ഡിവിഷൻ്റെ സമയത്ത്, ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ, സെൻട്രിയോൾസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ സെൻട്രിയോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൻട്രിയോൾസ് എവിടെ കാണപ്പെടുന്നത്? സെൻട്രോസോമിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ സെൻട്രിയോൾസ് കാണാം. യു ക്യാൻ സീ ദ സെൻട്രിയോൾ ഹിയർ. ഇറ്റ് ഈസ് സീൻ ഇൻ ദ സെൻട്രോസോം. സോ സെൻട്രിയോൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ cell division. Then the lysosome. What is the function of lysosome? Lysosome is the cell organelle present only in the animal cell. Lysozyme is an enzyme present in the lysosome. Destroy the foreign particle, enters to the cell. Sometimes when a cell is damaged or get a disease, what is happening? The lysosome itself destroy the cell. So it is called suicidal bags. ഓക്കെ. അപ്പോൾ സ്വന്തമായിട്ട് നശിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ലൈസോസോമും സെൻട്രോസോമും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളൊരു ആനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും കമ്പയർ ചെയ്യുമ്പോൾ, ആനിമൽ സെല്ല് പ്ലാന്റ് സെല്ല് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, ആനിമൽ സെല്ലിൽ മാത്രമുള്ളത് ഏതൊക്കെയാണ്? ലൈസോസോമും സെൻട്രിയോൾ അല്ലെങ്കിൽ സെൻട്രോസോം. ഓക്കെ. പ്ലാന്റ് സെല്ലിലുള്ളത് ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. പിന്നെ ഏതാ? സെൽ വോള്. ഓക്കെ അല്ലേ? രണ്ടിലുള്ളത് ഏതൊക്കെയാ? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾജി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ബാക്കിയുള്ള ഓർഗനൽസ് എല്ലാം രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ളത് പഠിച്ചോണം. ആനിമൽ സെല്ലിലുള്ളത് ലൈസോസോമും സെൻട്രിയോൾസും അല്ലെങ്കിൽ സെൻട്രോസോമുമാണ്. പ്ലാന്റ് സെല്ലിലുള്ളത് പ്ലാസ്റ്റിഡ്സും സെൽ വോളുമാണ്. രണ്ടിലും ഉള്ളതാണ് ഇതെല്ലാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇതിൽ മാത്രം ഉള്ളതാണ് കേട്ടോ. ഇതിലുള്ളതെന്നല്ല, ഇതിൽ ആനിമൽ സെല്ലിൽ മാത്രമുള്ളത്, പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ദെൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. നിങ്ങൾക്ക് അറിയാം എന്താന്ന്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ആദ്യമേ ഉണ്ടായ സെല്ലുകളാണ്. അവരുടെ പ്രത്യേകത എന്താ? പ്രോകാരിയോട്സ് ആർ ഓർഗാനിസം ഹൂസ് സെൽ ലാക്ക് എ ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഞാൻ പറഞ്ഞു എന്താ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറഞ്ഞു. മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഓർഗൻസ്, ഞാൻ ഈ പറഞ്ഞ പോലെ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂക്ലിയസ് ആണെങ്കിലും അവരിൽ യൂകാരിയോട്സിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തൊരു ന്യൂക്ലിയസ് ആണ്. പക്ഷേ നമ്മളൊരു പ്രോകാരിയോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റില്ല. ദേ ലാക്ക് ന്യൂക്ലിയസ് എന്ന് പറയാം. അവിടെ അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനൽസും ഇല്ല. ആകെയുള്ളത് എന്താണ്? റൈബോസോം ഉണ്ട്. റൈബോസോമിൻ്റെ പ്രത്യേകത എന്താ? അത് മെംബ്രെയിൻ ബൗണ്ട് അല്ല, മെംബ്രെയിൻ കവറിങ് ഇല്ല. അതുകൊണ്ട് റൈബോസോം നമുക്ക് രണ്ട് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും കാണാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഏതാണ്? ബാക്ടീരിയ ആണ്. നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. എന്തൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയോയിഡ് എന്നുണ്ട്. ന്യൂക്ലിയസ് ഇല്ല. അതിന് പകരം ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരു റീജിയനാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുക. കാരണം ജനറ്റിക് മെറ്റീരിയൽ വേണമല്ലോ. എല്ലാ ജീവികൾക്കും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ജീവനുള്ളവർക്ക് എല്ലാവർക്കും RNA, DNA ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെയും അതർ അഡ്വാൻസ്ഡ് ആനിമൽസിൻ്റെയും കേസിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന നമ്മൾ പറഞ്ഞു എവിടെയാണ്? നമ്മുടെ ജീനുകൾ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ക്രോമസോംസ് അതെവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോപ്ലാസത്തിൽ ക്രൊമാറ്റിൻ റെക്ടിക്കുലം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ജീവികളിൽ
ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ കാണും. ആ റീജനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. ബിക്കോസ് ഇത് പ്രോക്യാരിയോട്ടാണ്, ഒരു ബാക്ടീരിയ ആണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ ആണ്. സോ അത് പ്രോക്യാരിയോട്ടാണ്, അത് ന്യൂക്ലിയസ് ഇല്ല, പിന്നെ ജനറ്റിക് മെറ്റീരിയലുള്ള ഒരു റീജൻ ഉണ്ട്, അതാണ് ന്യൂക്ലിയോയിഡ്. ബാക്കി സെൽവാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ പറയും, അവർ എന്താ പറയുക, ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള ഓർഗനൽസും ഇല്ല. ദെൻ യൂക്യാരിയോട്ടിൻ്റെ പ്രത്യേകത എന്താ? യൂക്യാരിയോട്ട്സ് ആർ ദ ഓർഗാനിസം ഹൂ സെൽ ഹാവ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് ഓർഗനൽസ്. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിലൊക്കെ അവർക്ക് എന്താ ഉള്ളത്? ന്യൂക്ലിയസിനൊരു മെംബ്രെയിൻ ഉണ്ട്, പിന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കുറേ തവണ പറഞ്ഞു എന്താണ്, അതൊക്കെ എവിടെയുണ്ട്? യൂക്യാരിയോട്സിലുണ്ട്. അപ്പോൾ ഇത് അഡ്വാൻസ്ഡ് സെല്ലാണ്. മനുഷ്യരുൾപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്ന ജീവികളെല്ലാം എവിടെയാണ് വരുന്നത്? യൂക്യാരിയോട്സിലാണ് വരുന്നത്. ഇപ്പോൾ രണ്ടിലും കാണപ്പെടുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ടിലും കാണപ്പെടുന്ന ഓർഗൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റൈബോസോമാണ്. റൈബോസോം മെംബ്രെയിൻ ബൗണ്ട് അല്ല, സോ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? പ്ലാന്റ് സെല്ലിനെ കുറിച്ചും ആനിമൽ സെല്ലിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ടിഷ്യൂസിനെ കുറിച്ചാണ് അല്ലേ? പറയാൻ പോകുന്നത് ടിഷ്യൂസിനെ കുറിച്ചാണ്. ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? സെല്ലുകൾ. ഇപ്പോൾ ഒരു സെല്ല് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സെല്ല്. അതുപോലെ സെയിം ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലൊക്കെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? ടിഷ്യൂസ് എന്ന് വിളിക്കാൻ പറ്റും. ഇല്ലേ? നമ്മൾ വലിയ ഓർഗൻസിൽ നമ്മൾ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂ കൂടി ചേർന്ന് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാകുന്നു, ടിഷ്യൂ സിസ്റ്റം കൂടി ചേർന്ന് ഓർഗൻ ഉണ്ടാകുന്നു, ഓർഗൻ കൂടി ചേർന്ന് ഓർഗാനിസം ഉണ്ടാകുന്നു. ഓക്കെ, ഓർഗാനിസംസ് പിന്നെ അങ്ങനെ നമുക്കറിയാം ഓർഗൻ സിസ്റ്റം ആവുന്നു, ഓർഗൻ സിസ്റ്റം കൂടി ചേർന്ന് ഓർഗാനിസം, ഓർഗൻ സിസ്റ്റം ദെൻ ഓർഗാനിസം. അപ്പോൾ ടിഷ്യൂസ് എന്താന്ന് പറഞ്ഞാൽ ദീസ് ടിഷ്യൂസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിമിലർ സെൽസ് ആണ്. ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി ടിഷ്യൂകളെല്ലാം കൂടെ ഒരു പ്രത്യേക ഭാഗത്തു നിന്നുണ്ടാകുന്ന സെൽസ് എല്ലാം കൂടെ കൂടി ചേർന്നുണ്ടാകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂസ് എന്താണ്? ടിഷ്യൂസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. നമ്മളൊരു ടിഷ്യൂസിൽ നോക്കിയാൽ നമുക്ക് കൂടുതലും സിമിലർ സെൽസുകളാണ് കാണാൻ പറ്റുന്നത്. അവരെല്ലാം ഒരു കോമൺ ഒറിജിൻ, ഒരു ഭാഗത്തു നിന്നുണ്ടായവരായിരിക്കും. അതുപോലെ ഒരു ടിഷ്യൂ എല്ലാം ചെയ്യുന്നത് ഒരു ജോലിയായിരിക്കും. അതാണ് പറയുന്നത് സിമിലർ സെൽസ് ആൻഡ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. ദീസ് ആർ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് ആനിമൽ. ഇതിലൊക്കെ നമുക്ക് പല തരത്തിലുള്ള ടിഷ്യൂസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള ടിഷ്യൂസ് ആണോ? അല്ല. കാരണം നമ്മുടെ പ്ലാന്റ്സ് ആവട്ടെ ആനിമൽസ് ആവട്ടെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ബോഡീസിൽ നടക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഓരോ ബോഡിയിലുള്ള ഓരോ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ടിഷ്യൂസാണ്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ടിഷ്യൂസിനെ കാണാൻ പറ്റും. പിന്നെ ഈ ടിഷ്യൂസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ദീസ് ടിഷ്യൂസ് ഹെൽപ്പ് ഇൻ പെർഫോമിങ് ഡിഫറൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. ഞാൻ പറഞ്ഞു ടിഷ്യൂസ് ജോയിൻ ചെയ്തിട്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ടിഷ്യൂസ് ജോയിൻ ചെയ്തിട്ട് ഓർഗൻ ഉണ്ടാവും. ആ ഓർഗൻ ആണ് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ടിഷ്യൂസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, ബോഡിയിലുള്ള ഫങ്ഷൻസ് എല്ലാം എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ്. പ്ലാന്റ്സിലും ഉണ്ട് ടിഷ്യൂസ്, ആനിമൽസിലും ഉണ്ട് ടിഷ്യൂസ്. നോക്കിക്കേ, പ്ലാന്റ് ടിഷ്യൂസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടിഷ്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ? ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സിമിലർ ഫംഗ്ഷൻ, ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോമിങ് എ സിമിലർ ഫംഗ്ഷൻ. ഇവരുടെ ഒറിജിൻ എന്താണ്? സിമിലർ സെൽസ് ആണ്. ഒരേ സ്ഥലത്തു നിന്ന് ഉണ്ടായവരായിരിക്കും. അതുപോലെ ഒരേ കാര്യങ്ങളായിരിക്കും, ഒരേ ജോലിയായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പ്ലാന്റ് ടിഷ്യൂസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും രണ്ടാമത്തത് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് തിരിക്കാം. എങ്ങനെയൊക്കെ തിരിക്കാം? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും പെർമനൻറ്റ് ടിഷ്യൂ എന്ന് തിരിക്കാം. എന്താ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ പ്രത്യേകത? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസുകളായിരിക്കും. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ കേസിൽ അവരുടെ ഗ്രോത്ത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എത്ര നാൾ അവർ ജീവിക്കുന്നു അത്രയും നാൾ അവരിൽ ഇങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും അല്ലേ? പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും, ഇപ്പോൾ ഹൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ? പക്ഷേ ആനിമൽസിൻ്റെ കേസ് അങ്ങനെയല്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ടിഷ്യൂസിനെ അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. പക്ഷേ പെർമനൻറ്റ് ടിഷ്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഡിവിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു.
അവർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നാണ് ഉണ്ടായത്, പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ ഡിവിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ 2 തരത്തിലുള്ള ടിഷ്യൂസാണ് നമുക്ക് പ്ലാന്റ്സിലുള്ളത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് ടിഷ്യൂസും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നോക്കി ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഇനി പെർമനൻറ്റ് നോക്കിക്കേ, സിമ്പിൾ, കോംപ്ലക്സ്. അതിൽ സിമ്പിളിൽ തന്നെ പാരൻകൈമയുണ്ട്, കോളൻകൈമയുണ്ട്, സ്ക്ലീറൻകൈമയുണ്ട്. സ്ക്ലീറൻകൈമയിൽ നമ്മൾ ഫൈബേഴ്സും സ്ക്ലീറീഡും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോംപ്ലക്സിൽ നോക്കിക്കേ, സൈലമുണ്ട്, ഫ്ലോയമുണ്ട്. എന്താണെന്നറിയോ, ഈ പെർമനൻറ്റ് ടിഷ്യൂസിന് സിമ്പിൾ, കോംപ്ലക്സ് എന്ന് തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ടൈപ്പ് ഓഫ് ഇപ്പോൾ ഇത് ടിഷ്യൂസ് അല്ലേ, ഇപ്പോൾ സിമ്പിൾ ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു കോംപ്ലക്സിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കോംപ്ലക്സ് ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പല തരത്തിലുള്ള ഇപ്പോൾ ഒരേ ഷേപ്പിലുള്ളതല്ല, പല തരത്തിലുള്ള നമുക്ക് അതിന് സെൽസിൽ അവിടെ കാണാൻ പറ്റും. അതാണ് സിമ്പിളും കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് സിമിലർ ടൈപ്സ് ഓഫ് സെൽസ് ഓൺലി, ബട്ട് ഇൻ എ കോംപ്ലക്സ് ടിഷ്യൂ ഹാവിങ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. അതാണ് വ്യത്യാസം. അപ്പോൾ സിമ്പിൾ ടിഷ്യൂസിൽ ഒരു തരത്തിലുള്ള സെൽസ് മാത്രമേ ഉള്ളൂ, കോംപ്ലക്സ് ടിഷ്യൂവിൽ പല തരത്തിലുള്ള സെൽസുകളുണ്ട്, പക്ഷേ ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമയാണ് സിമ്പിൾ. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഫൈബർ ആൻഡ് സ്ക്ലീറീഡ്സ്, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം. സ്ക്ലീറൻകൈമയാണ് നമ്മൾ ഫൈബർ ആൻഡ് സ്ക്ലീറീഡ്സ് എന്ന് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം. നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആദ്യം നമ്മൾ പറഞ്ഞു. എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്? ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് ഇൻ പ്ലാന്റ്സ്. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താ, ആ ഭാഗമല്ലേ വളരുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 തരത്തിലുള്ള മെരിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഞാൻ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. ദേ ആർ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ്. എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പം 3 തരത്തിലുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമത് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമുക്ക് മനസ്സിലാവും. എപ്പിക്കൽ മെരിസ്റ്റം എവിടേക്കാണ്? ഒന്നില്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ടിപ്പിലോ, ഇല്ലെങ്കിൽ എവിടെയാണ്? റൂട്ടിൻ്റെ ടിപ്പിലോ. അതായത് ടിപ്പിൽ മാത്രമാണ് കാണപ്പെടുന്നത്, റൂട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ. കാരണം എന്താ, ഈ 2 പോർഷൻസ് വളർന്നുകൊണ്ടിരിക്കും ഇല്ലേ, അതുകൊണ്ട് ആ വളരാൻ സഹായിക്കുന്ന സെൽസ് ആണല്ലോ മെരിസ്റ്റമാറ്റിക്. അപ്പോൾ ഈ ടിപ്പ് ഓഫ് റൂട്ടിലും സ്റ്റെമ്മിലും കാണപ്പെടുന്ന ടിഷ്യൂസിനെ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് എപ്പിക്കൽ മെരിസ്റ്റം. ഇനി ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മോണോകോട്ടായിട്ടുള്ള മുളയൊക്കെ നമുക്കറിയാം, ഇങ്ങനെ മോണോകോട്ടാണ്. അപ്പോൾ ഇത് ഓരോ നോഡുകളുണ്ട് അല്ലേ, പുല്ലുകളിലൊക്കെ നോഡ്. ഈ നോഡിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകാലറി മെരിസ്റ്റം. അപ്പോൾ നോഡിൻ്റെ ഇലോങ്ങേഷനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ലാറ്ററൽ മെരിസ്റ്റം. മോണോകോട്ടുള്ള മുളയൊക്കെ നല്ല പൊക്കം വെക്കില്ലേ. ഇനി ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെടിയുടെ 2 സൈഡിലായിട്ട് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അപ്പം 3 തരത്തിലുള്ള മെരിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിൽ കാണപ്പെടുന്നു. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ മോണോകോട്ട് റൂട്ടിൽ ഇങ്ങനെ നോഡ്സിൻ്റെ ഇടയിൽ, ഓരോ നോഡ്സ് ഉണ്ടല്ലോ, അതിനിടയിൽ കാണപ്പെടുന്നു. പിന്നെ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാലോ, ഇന്റർകാലറി മെരിസ്റ്റം മോണോകോട്ടിൻ്റെ നോഡ്സിൻ്റെ ഇടയിൽ കാണപ്പെടുന്നു. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ 2 വശത്ത് ആയിട്ട് കാണപ്പെടുന്നു. ഈ ലാറ്ററൽ മെരിസ്റ്റം കൂടുതലും ഡൈക്കോട്ടിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഡൈക്കോട്ടാണ് നല്ല വണ്ണം വെക്കുന്നത്. മോണോകോട്ട് അങ്ങനെ വണ്ണം വെക്കില്ല, അവരിങ്ങനെ നേരെ പോവുകയാണ് ചെയ്യുക. കാരണം അവരിൽ ലാറ്ററൽ മെരിസ്റ്റം ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് മെരിസ്റ്റം ഉണ്ട്. മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. പൊസിഷൻ വെച്ചിട്ട് നമുക്ക് 3 ആയിട്ട് പറയാം. എപ്പിക്കൽ പറയാം. എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും അല്ലെങ്കിൽ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിൽ. ഇന്റർകാലറി എന്ന് പറഞ്ഞാൽ മോണോകോട്ടിൽ നോഡ്സിൻ്റെ ഇടയ്ക്ക് നോഡ് വലുതാവാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ 2 സൈഡിലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡറി ഗ്രോത്ത് അല്ലെങ്കിൽ തിക്നെസ്, ചെടികൾ തിക്കാവാൻ, വണ്ണം വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണെന്ന് മനസ്സിലായി, ടൈപ്സും മനസ്സിലായി. ഇനി നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂ എന്താണെന്ന്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഡിവൈഡിങ് ആണ്. പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാത്തതാണ്. ഇനി സെൽസ് ആർ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഇന്ന ഫംഗ്ഷൻ ഇല്ല. കാരണം റാപ്പിഡ്ലി ഡിവൈഡിങ് ആണ്. അവർ ഒരിക്കലും ഇന്ന ഫംഗ്ഷൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറിയിട്ടില്ല. ഇവിടെ ഓൾറെഡി ഡിവിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവർക്കൊരു പ്രത്യേക ഫംഗ്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുന്നവരാണ്.
അതുകൊണ്ടാണ് അവരുടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് പോയത്, കാരണം അവരത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെയല്ല, അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. പിന്നെ സ്മോൾ ആൻഡ് ഐസോഡൈമെട്രിക് ആണ്, എല്ലാവരും ചെറുതായിരിക്കും. ഐസോഡൈമെട്രിക് എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ സെൽസ് എല്ലാം ഒരുപോലെയുള്ളതായിരിക്കും, ഡയമീറ്റർ ഒരുപോലെ ഉള്ളതായിരിക്കും. പക്ഷേ ഇത് പല ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എവിടെയാണ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്, സെൽസ് തമ്മിലുള്ള ഇടയിൽ ഉള്ള സ്പേസിനെ വിളിക്കുന്നതാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ്. അതിവിടെ ആബ്സെൻ്റ് ആണ്, ഇവിടെ അത് പ്രസൻ്റ് ആണ്. പിന്നെന്താ വാക്യൂൾസ് ഇവിടെ ആബ്സെൻ്റ് ആണ്, ഇവിടെ വാക്യൂൾ പ്രസൻ്റ് ആണ്. പിന്നെ സെൽ വോൾ തിന്നാണ്, ഇവിടെ സെൽ വോൾ തിക്കാണ്. പിന്നെ ഇവിടെ ഒരു സൈറ്റോപ്ലാസം അബണ്ടൻ്റ് ആയിരിക്കും കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ സൈറ്റോപ്ലാസം ഒരുപാട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇനോർഗാനിക് ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒരുപാട് നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ കാണാൻ പറ്റും, പക്ഷേ അത് പെർമനൻറ്റ് ടിഷ്യൂസിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡു നോട്ട് ഡിവിഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോസ്റ്റ് ആയി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഓരോ ഫംഗ്ഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതാണ് അവർ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഓരോ പെർമനൻറ്റ് ടിഷ്യൂ നോക്കാം. നോക്കിയേ, സെൽ ക്ലസ്റ്റേഴ്സ് ഓർ ടിഷ്യൂ ദാറ്റ് ഹാവ് ലോസ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ്. കണ്ടോ, ഡിവൈഡ് ചെയ്യാൻ കഴിവില്ലാത്തവരെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം ആൻഡ് ഫ്ലോയം എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് പെർമനൻറ്റ് ടിഷ്യൂ. കാരണം ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്, ഡിഫറൻഷിയേറ്റഡ് ആണ് ഇവരെല്ലാം. അവരെല്ലാം അവരുടെ ഫംഗ്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് ഓരോന്ന് നോക്കാം എന്താന്ന്. ഇനി ഈ പെർമനൻറ്റ് ടിഷ്യൂസ് തന്നെ രണ്ടായിട്ടുണ്ട്, സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസും കോംപ്ലക്സ്. ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്താണെന്നാ പറഞ്ഞേ? പെർമനൻറ്റ് ടിഷ്യൂ ആണ്, അവർക്ക് ഡിവിഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവരിൽ തന്നെ രണ്ടാൾക്കാരുണ്ട്, സിമ്പിളും ഉണ്ട് അതുപോലെ കോംപ്ലക്സും ഉണ്ട്. സിമ്പിളിൽ എന്താ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ, ഇത് പാരൻകൈമ സിമ്പിളിന് എക്സാമ്പിളാണ്. നോക്കിക്കേ, ഒരേ ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമുക്ക് കാണുന്നത്. കണ്ടോ, ഒരേ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണുന്നത്. അതാണ് നോക്കിയേ, കണ്ടെയ്ൻ ലിവിങ് സെൽസ് വിത്തിൻ സിമ്പിൾ സ്ട്രക്ചർ. വളരെ സിമ്പിളാണ് അവരുടെ സ്ട്രക്ചർ അല്ലേ. അതുപോലെ തിന്നായിട്ടുള്ള സെൽ വാൾ അല്ലേ നോക്കിയേ. അതുപോലെ സോഫ്റ്റ് പ്ലാന്റിൻ്റെ പാർട്ടിലാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും പാരൻകൈമ കാണുന്നത്. എവിടെയാണ്? സോഫ്റ്റ് പാർട്ടിലാണ് കാണപ്പെടുന്നത്. അതായത് ടെൻഡർ ലീവ്സിലൊക്കെ കാണപ്പെടും. പിന്നെ കണ്ടോ, ഇൻ്റർസെല്ലുലാർ സ്പേസസ് കണ്ടോ, സെൽസിനിടയ്ക്ക് നമുക്ക് എന്താ കാണുന്നത്? കണ്ടോ, സ്പേസസ് ഉണ്ട്. സെൽസിനിടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർസെല്ലുലാർ സ്പേസസ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താ? പെർഫോം ഫംഗ്ഷൻ സച്ച് ആസ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. അപ്പോൾ ഈ പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസും ഫുഡ് സ്റ്റോറേജ്. കാരണം എന്താ? പാരൻകൈമയിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില പാരൻകൈമ സെൽസൊക്കെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഒരു പറഞ്ഞു, ഡിവിഷൻ ചെയ്യാത്തതാണെങ്കിലും ചില സെൽസൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ പാരൻകൈമയാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ആദ്യത്തെ വരുന്നതാണ് പാരൻകൈമ. സിമ്പിൾ സ്ട്രക്ചറാണ്, തിൻ സെൽവോളാണ്, ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്, അതുപോലെ ഫോട്ടോസിന്തസിസ് സ്റ്റോറേജ് പോലുള്ള ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. തിന്നായിട്ടുള്ള സെൽ വോൾസ് ആണ്. ഇതാണ് എന്ത്? സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂയിലെ ഒന്നാമത്തതായിട്ടുള്ള പാരൻകൈമ. പിക്ചർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്ലക്സ്. മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനൻറ്റ്. മെരിസ്റ്റമാറ്റിക് എല്ലാം പറഞ്ഞു. പെർമനൻറ്റിൽ രണ്ടെണ്ണം ഉണ്ട്, സിമ്പിളും കോംപ്ലക്സും. അതിൽ പെർമനൻറ്റിൽ സിമ്പിളിൽ വരണതാണ് ആദ്യം വരുന്നത് പാരൻകൈമ. ഓക്കെ അല്ലേ? പാരൻകൈമയൊക്കെ ലിവിങ് ആണ് കേട്ടോ, ലിവിങ് സെൽസ് ആണ്, ജീവനുള്ളതാണ് പാരൻകൈമ, ജീവനുള്ള സെൽസ് ആണ്. നോക്കിയേ, അടുത്തത് കോളൻകൈമ നോക്കൂ. കോളൻകൈമ എ ടിഷ്യൂ മെയ്ഡപ്പ് ഓഫ് ലിവിങ് സെൽസ്. കോളൻകൈമയും ലിവിങ് സെൽസ് ആണ്. എന്താ പാരൻകൈമയും കോളൻകൈമയും തമ്മിലുള്ള വ്യത്യാസം? സെൽ വാൾ മെയ്ഡപ്പ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ദ സെൽ വാൾ ഈസ് തിക്കർ ഓൺലി ഇൻ സം പാർട്സ്, ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ പ്ലാന്റ് പാർട്ട്. പാരൻകൈമയും കോളൻകൈമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെൽ വോളിൻ്റെ ചില റീജിയൻസിൽ നമുക്ക് തിക്കനിങ്, കോർണേഴ്സിൽ. നമ്മുടെ പാരൻകൈമയിൽ തിന്നായിരുന്നു സെൽ വോൾ, തിക്കനിങ് ഉണ്ടായിരുന്നില്ല, നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് പാർട്ടിലാണ് കാണുന്നത്. കണ്ടോ, ഇതിങ്ങനെ കോർണേഴ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിക്കനിങ് കാണാൻ പറ്റും. ഇതാണ് കോളൻകൈമയുടെ പ്രത്യേകത. വി ക്യാൻ സീ തിക്കനിങ് ഓൺലി ഇൻ ദ കോർണേഴ്സ്. അതെന്താണ്? അതായത് ഏതൊക്കെ അവിടെ മെറ്റീരിയലാണ്? സെല്ലുലോസും പെക്റ്റിനും ഒക്കെയാണ് സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ പ്രത്യേകത? കോർണേഴ്സ് തിക്കൻഡ് ആണ്. എവിടെ? കോളൻകൈമയിൽ കോർണേഴ്സ് തിക്കൻ ആണ്. പിന്നെ എന്താണ്? ഷേപ്പും, പ്ലാന്റിനൊരു ഷേപ്പൊക്കെ കൊടുക്കും. കാരണം തിക്കനിങ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. ഇനി സ്ക്ലീറൻകൈമ നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എ ടിഷ്യൂ ഓഫ് ഡെഡ് സെൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പാരൻകൈമയും
കോളൻകൈമയും എന്താണ്? ലിവിങ് ആണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ പാരൻകൈമയും കോളൻകൈമയും എന്താണ്? ലിവിങ് ആണ്, ലിവിങ് സെൽസ് ആണ്. പക്ഷേ സ്ക്ലീറൻകൈമ എന്ന് പറയുമ്പോൾ ഡെഡ് സെൽസ് ആണ്. എ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്, തിക്ക് സെൽ വോൾ. കണ്ടോ ഇവരുടെ സെൽ വോൾ എങ്ങനെയാണെന്ന് നോക്കി, നല്ല തിക്കാണ്. കോർണേഴ്സിൽ മാത്രമല്ല ഓൾ ഓവർ ദ സെൽ വോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിക്കനിങ് കാണാൻ പറ്റും. അതുപോലെ യൂണിഫോം തിക്നെസ് ത്രൂ ഔട്ട് ദ സെൽ വോൾ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ദ പ്ലാന്റ്. സെൽ വോൾ ഫുൾ തിക്കൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും അതുപോലെ സ്ട്രെങ്തും കൊടുക്കുന്നത് ആരാണ്? സ്ക്ലീറൻകൈമ സെൽസ് ആണ്. അപ്പോൾ മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മൂന്നും ഏത് തന്നെയാണ്? സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. അതിൽ രണ്ടെണ്ണം എമംഗ് ദം ബോത്ത് പാരൻകൈമ ആൻഡ് കോളൻകൈമ ആർ ലിവിങ് ആൻഡ് സ്ക്ലീറൻകൈമ ഇസ് ഡെഡ് സെൽ. പാരൻകൈമയും കോളൻകൈമയും വ്യത്യാസം എന്താണ്? ഒന്ന് തിക്കൻസേ ഇല്ല, തിക്കനിങ് ഇല്ല, തിന്നാണ്. കോളൻകൈമയുടെ കോർണേഴ്സ് മാത്രം തിക്കൻഡാണ്. സ്ക്ലീറൻകൈമയുടെ എന്താണ്? ഫുൾ സെൽ വോളും തിക്കൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തിക്നെസ് കൊടുക്കുന്നു, അതുപോലെ സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കുന്നു പ്ലാന്റിന്. ആര്? സ്ക്ലീറൻകൈമ. ഓക്കെ അല്ലേ? മൂന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഓക്കെ അല്ലേ? പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ ആർ ദ 3 പെർമനൻറ്റ് ടിഷ്യൂസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. ഏതാത്? കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കോംപ്ലക്സ് ടിഷ്യൂസ് ഈസ് എ പ്ലാന്റ് ടിഷ്യൂ മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ്. കണ്ടോ ഇവിടെ നമ്മൾ സിമ്പിളിലൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു തരത്തിൽ, ഇപ്പോൾ പാരൻകൈമ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു തരം, കോളൻകൈമ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു തരം സെൽസ്, സ്ക്ലീറൻകൈമയിലും അങ്ങനെ തന്നെ ഒരേപോലെ തന്നെയുള്ള സെൽസ്. പക്ഷേ കോംപ്ലക്സിൽ അങ്ങനെയല്ല. കണ്ടോ നിങ്ങൾ നോക്കിക്കേ, പല തരത്തിലുള്ള സെൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല തരത്തിലുള്ള സെൽസ് കണ്ടോ. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. രണ്ടെണ്ണമാണ് നമുക്കുള്ളത്, സൈലവും അതുപോലെ തന്നെ ഫ്ലോയവും. സൈലം ഈസ് ദ വാസ്കുലാർ ടിഷ്യൂ. എന്താ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് ചെയ്യുന്ന, ഇവിടെ സൈലത്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താ? മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുന്നതാണ്, കണ്ടക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ? വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കുക. ഇൻ പ്ലാന്റ് ദാറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ റൂട്ട്സ് ടു ലീഫ് ആൻഡ് പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അപ്പോൾ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? സൈലം വാട്ടറാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? പ്ലാന്റിൽ വാട്ടർ എവിടുന്ന? റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക്, റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് അല്ലെങ്കിൽ ലീവ്സിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ് സൈലം. സൈലം ഈ പറഞ്ഞ പോലെ എന്താണ്? ഡെഡ് ടിഷ്യൂ ആണ്. സൈലം എന്താണ്? ഡെഡ് ടിഷ്യൂ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ക്ലീറൻകൈമയും സൈലവും ഡെഡ് ടിഷ്യൂ ആണ്. മിനറൽസ് ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ്. കണ്ടോ ലീവ്സിലേക്ക്, റൂട്ടിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെയും എങ്ങോട്ട് എത്തിക്കുന്നു? റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കുന്നു. സൈലം ട്യൂബാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ അത് ട്യൂബ് പോലെ ആയതുകൊണ്ട് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ? സൈലം ടിഷ്യൂ മെയ്ഡ് അപ്പ് ഓഫ്. ഇനി സൈലം എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു. പല തരത്തിലുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബർ. അപ്പോൾ സൈലം ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബർ. അങ്ങോട്ടോ 4 തരത്തിലുള്ള സെൽസ് അവിടെ വന്ന. അതുകൊണ്ടാണ് നമ്മൾ സൈലത്തെ എന്ത് വിളിച്ചത്? കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് വിളിച്ചത്. കാരണം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെല്ലാം ലിവിങ് അല്ല, ഡെഡാണ്. ഈ പറഞ്ഞ ട്രക്കീഡ്സും വെസൽസും ഒക്കെ ഡെഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈലത്തെ എന്ത് വിളിക്കുന്നത്? സൈലം ഈസ് എ ഡെഡ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട് ടു ലീവ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ഫ്ലോയത്തിലേക്ക് പോകാം. ഫ്ലോയം സൈലം ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് ലീവ്സിലുണ്ടാക്കുന്ന മെറ്റീരിയൽസ്, ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ അതായത് പ്ലാന്റിൻ്റെ മറ്റ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഫ്ലോയം. ഫ്ലോയം ഈസ് ദ ലിവിങ് വാസ്കുലാർ ടിഷ്യൂ. നോക്കി, ഫ്ലോയത്തിൻ്റെ കേസിൽ ഫ്ലോയം അത് ലിവിങ് ആണ്, ഡെഡ് അല്ല. പ്ലാന്റ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിങ് ഫുഡ് ആൻഡ് പ്രൈമർലി ഷുഗർ ഫ്രം ദ ലീവ്സ് ടു ദ other part of the plant where they are needed for growth or storage. The main components of phloem ആരൊക്കെയാണെന്ന് നോക്കി. ഫ്ലോയത്തിൻ്റെ കമ്പോണൻസ് ആരൊക്കെയാ? കമ്പാനിയൻ സെല്ല്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബർ, സീപ് ട്യൂബ്. ഫൈലത്തിൻ്റെ കമ്പോണൻസ് ആരൊക്കെയായിരുന്നു? ട്രക്കീഡ്സ്, വെസല്, സൈലം പാരൻകൈമ, സൈലം ഫൈബർ. അങ്ങനെയാണെങ്കിൽ ഫ്ലോയത്തിൻ്റെ കമ്പോണൻസ് ആരൊക്കെയാ? സീപ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെല്ല്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബർ. ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും ഫ്ലോയം പാരൻകൈമയും ഒക്കെ
ലിവിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോയത്തെ എന്ത് വിളിച്ചത്? ലിവിങ് എന്ന് വിളിച്ചത്. ലിവിങ് കോംപ്ലക്സ് ടിഷ്യൂ ആണ് അല്ലേ? ലിവിങ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും അതുപോലെ ഫ്ലോയം പാരൻകൈമയും ഒക്കെ ലിവിങ് ആണ്. ഫൈബർ ഡെഡ് ആണ്, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ലിവിങ് ആണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞപ്പോൾ ട്രക്കീഡും വെസലും ഒക്കെ എന്താണ്? ഡെഡ് സെൽസ് ആണ്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് ഇവരെ കോംപ്ലക്സ് ആയത്? ഇവർ ഒരു ടിഷ്യൂ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലോയം സീവ് ട്യൂബ് കൊണ്ടും കമ്പാനിയൻ സെല്ല് കൊണ്ടും ഫ്ലോയം പാരൻകൈമ കൊണ്ടും ഫ്ലോയം ഫൈബറും കൊണ്ടുമാണ് ഫ്ലോയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഗ്ലൂക്കോസ് എങ്ങോട്ട് കൊണ്ടുവരുന്നു? പ്ലാന്റിൻ്റെ മറ്റ് പാർട്സിലേക്ക് കൊണ്ടുവരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സൈലം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ആര് ചെയ്യുന്നത്? ഫ്ലോയം ചെയ്യുന്നത്. രണ്ടും എന്താണ്? കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആണ്. പെർമനന്റ് ടിഷ്യൂസ് മീൻസ് ലോസ് ദ എബിലിറ്റി ഓഫ് ഡിവിഷൻ. ഓക്കെ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവും കഴിഞ്ഞു, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവും കഴിഞ്ഞു. ഇതാണ് ഫ്ലോയം, ഇതാണ് സൈലം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് എല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ആനിമൽ ടിഷ്യൂസിലേക്കാണ്. ആനിമൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ആനിമൽസിൽ ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ടുഗദർ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. ടിഷ്യൂസ് എന്താണെന്ന് പറഞ്ഞല്ലോ? ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗത്തു നിന്നുണ്ടായ സെല്ലുകളെ, ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിഷ്യൂസ് എന്ന് വിളിക്കുക. അത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആനിമൽസിലുള്ള പ്രധാനപ്പെട്ട ടിഷ്യൂസ് ആണ് ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ സർഫസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. ബോഡിയെയും ഇന്റേണൽ ഓർഗൻസിനെയും ഒക്കെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെൽസാണ് ഏത്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കവർ ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്തൊക്കെ ഉള്ളത് കൊണ്ട് ഇതെന്തിനു സഹായിക്കുന്നുണ്ട്? അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട്. ഈ എപ്പിത്തീലിയൽ സെൽസിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ എലിമെൻ്ററി കനാലിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് അബ്സോർപ്ഷൻ അതിന് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ? ഇറ്റ് പ്രൊഡ്യൂസ് സെക്രീഷനിലേക്ക് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മ്യൂക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ ഇന്റേണലി നമ്മുടെ വായുടകത്തും നോസിനകത്തും ഒക്കെ ഉള്ളതാണ് മ്യൂക്കസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ എപ്പിത്തീലിയൽ സെൽസ് ആണ്. അപ്പോൾ എപ്പിത്തീലിയൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയണം, പുറമേ കവർ ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ബോഡിയുടെ പുറമേ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിൻ്റെ പുറത്തുള്ള സെൽസാണ് ഏത്? എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. എന്താ അവരുടെ ഫംഗ്ഷൻ? എന്താണ്? ബോഡിയെ കവർ ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ അവർ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പലതിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ പറഞ്ഞ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. രണ്ടാമത് മസിൽ ടിഷ്യൂ. നിങ്ങൾക്ക് ഇതുകൊണ്ട് എവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ പിക്ചർ കാണാൻ പറ്റും. കണ്ടോ? ഏറ്റവും പുറമേ ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? പ്രൊട്ടക്ഷനാണ് ഇവരുടെ ഫംഗ്ഷൻ, കവർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണെന്ന്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, അടുത്ത നോക്കിയേ, മസിൽ ടിഷ്യൂ നോക്ക്. കേൾക്കുമ്പോഴേ നമുക്കറിയാം മസിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഹെൽപ്പ് ഇൻ ദ ബോഡി മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. ബോഡീനെ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിനും ലോക്കോമോഷനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ മസിൽസ്. പിന്നെ എന്താണ്? കമ്പോസ്ഡ് ഓഫ് സെൽസ് കേപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഈ മൂവ്മെൻ്റ് ഒക്കെ പോസിബിൾ ആകണമെങ്കിൽ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും വേണം. അപ്പോൾ മസിൽ ടിഷ്യൂസിലുള്ള സെൽസ് എല്ലാം എങ്ങനെയുള്ളവരാണ്? ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ കേപ്പബിലിറ്റി ഉള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന അനങ്ങാതിരിക്കുന്ന സെൽസ് അല്ല, അവരിങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ മസിൽ ടിഷ്യൂസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ മസിൽ ടിഷ്യൂസ്? ഇനി അടുത്ത് നോക്കിയേ, ന്യൂറൽ ടിഷ്യൂസ് അല്ലെങ്കിൽ നെർവ് ടിഷ്യൂ എന്താ ചെയ്യുന്നത്? മേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോസിബിൾ. അതായത് നമുക്കറിയാം ന്യൂറോൺസ്, നിങ്ങൾക്കറിയാം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. എന്തിൻ്റെ റിസൾട്ടായിട്ട്? ഒരു റെസ്പോൺസിനോട് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ന്യൂറോൺസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ബോഡി ആക്ടിവിറ്റീസ്. നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മൾ സറൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ബിഹേവ് ചെയ്യുന്നതും നമ്മളെല്ലാം ഇരിക്കുന്നതും നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ആ സ്റ്റിമുലസിനനുസരിച്ച് നമുക്ക് ഇമ്പൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ടായതിനു ശേഷം ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലെത്തിച്ച് അതിന്
അതിനെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നെർവസ് ടിഷ്യൂസ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റ് ആണ് ന്യൂറോൺ അല്ലേ? ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺ. ന്യൂറോൺസ് കൂടി ചേർന്നാണ് നെർവ്സ് ഉണ്ടാവുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഉണ്ട്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ബോഡി ആക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, മസിൽ ടിഷ്യൂസ് ഉണ്ട്, പിന്നെ ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട്. ന്യൂറൽ ടിഷ്യൂസ് ഈസ് അതർവൈസ് നോൺ ആസ് നെർവസ് ടിഷ്യൂസ്. ഇനി കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കണക്ഷൻ കേൾക്കുമ്പോഴറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് എന്താണ്? എയ്തർ കണക്ട് ദ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. ബോണ്, കാർട്ടിലേജ്. ബോൺ എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള നമ്മുടെ സ്കെലിട്ടൺ. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ബോണാണ്. ഫൈബ്രസ് ടിഷ്യൂസ്, ബ്ലഡ്, ഇതൊക്കെയാണ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ബോണ്, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂസ്, ബ്ലഡൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസിനും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണക്ഷൻ പോസിബിൾ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയാം. പിന്നെ ടെൻഡൻ, ലിഗമെൻറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളൊരു ബോൺ ഇതാണ്, ഇതൊരു ബോണാണെങ്കിൽ, ഇതൊരു ബോണാന്ന് വെച്ചോ. ഈ ബോണിൽ മസിൽസ് ഇങ്ങനെ, ബോണിലാണല്ലോ മസിൽസ് ഇരിക്കുന്നത്. അപ്പോൾ ബോണിൽ മസിൽസ്, ഇപ്പോൾ ഇത് ബോൺ, ഈ ബോണിൽ മസിൽസിനെ ഉറപ്പിച്ച് ഇത് മസിൽസ്, ഈ ബോണിനോട് അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ മസിൽസ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ടെൻഡൻ. ടെൻഡൻ എന്താ ചെയ്തത്? ഇത് നമ്മുടെ മസിൽസ് ആണ്. ഈ മസിൽസിനെയും ബോണിനെയും തമ്മിൽ ജോയിൻ ചെയ്തത് എന്താണ്? ടെൻഡൻ ആണ്. അപ്പോൾ അതൊരു കണക്ഷൻ അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിന് ടെൻഡനെ എന്ത് വിളിക്കാം? ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. പിന്നെ രണ്ട് ബോൺസ്, ഇതൊരു ബോൺ, ഇതൊരു ബോൺ. ഓക്കെ, ഈ രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യുന്നത് ലിഗമെൻസ്. അതും എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ കണക്ഷനാണ് ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ. കണക്ട് ടു ടിഷ്യൂസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ബോണും കാർട്ടിലേജൊക്കെ എന്താ ചെയ്യുന്നത്? സപ്പോർട്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ. ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂസ്, ബ്ലഡ്, ടെൻഡൻ, അതുപോലെ ലിഗമെൻസ് ഒക്കെ നമുക്ക് പറയാം. പിന്നെ ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ദ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി അല്ലേ? നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു ഷേപ്പിൽ നിർത്തുന്നത് തന്നെ നമ്മുടെ സ്കെലട്ടൺ ആണ് അല്ലേ? ബോണും കാർട്ടിലേജും ആണ് അതിനകത്തുള്ളത്. പിന്നെ ഫൈബ്രസ് ടിഷ്യൂസ് കണക്ട് അതർ ടിഷ്യൂസ്. നമ്മുടെ കണക്ഷൻ, നമ്മുടെ കണ്ണിനെയൊക്കെ നമ്മുടെ ആ സോക്കറ്റിലൊക്കെ ഉറപ്പിച്ച് വെക്കുന്നതൊക്കെ ഈ ഫൈബ്രസ് ടിഷ്യൂസ് ആണ്, ഐ സോക്കറ്റിൽ ഉറപ്പിച്ച് വെക്കുന്നതൊക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയാം, ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്ക് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്. അതായത് ബ്ലഡിലൂടെയാണ് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിലൂടെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഓക്സിജനൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമനുസരിച്ച് എത്തിക്കണം. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റീവ് ടിഷ്യൂ അപ്പോൾ കണക്ട് ചെയ്യുന്നു, അതുപോലെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. ബോണ്, കാർട്ടിലേജസ്, ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ ഉണ്ട്, ബ്ലഡ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അവരുടെ ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ടെൻഡനും ലിഗമെൻറ്റും ഒക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ലാസ്റ്റ് പോർഷനാണ് സ്റ്റെം സെൽസ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെം സെൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെം സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു വേരിയസ് ടൈപ്പ് ഓഫ് സെൽസ് സച്ച് ആസ് മസിൽ സെൽ, നെർവ് സെൽ, ബ്ലഡ് സെൽ എക്സെട്ര. നമ്മുടെ ബോഡിയിലുള്ള ചില സെൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് നമ്മുടെ ബോഡിയിലുള്ള ഏതൊരു സെല്ലായിട്ടും മാറാനുള്ള കഴിവുണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് ഗിവിങ് റെസ്റ്റ് ടു എനി സെൽ ഓഫ് അവർ ബോഡി. അവർക്ക് അങ്ങനെ ഒരു പൊട്ടൻസി ഉണ്ട്, ടോട്ടി പൊട്ടൻ്റ് ആണ്. ഏതായിട്ട് മാറാനും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെം സെൽസ് എന്തായിട്ട് മാറും? ഇപ്പോൾ ഇതൊരു സ്റ്റെം സെല്ലാണെങ്കിൽ ആ സ്റ്റെം സെല്ലിന് ഏത് സെല്ലായിട്ടും മാറാനുള്ള ബ്ലഡ് സെല്ലോ, അതുപോലെ തന്നെ ബോൺ സെല്ലോ, അതുപോലെ തന്നെ നെർവ് സെല്ലോ, ഏത് സെല്ലായിട്ടും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിവുള്ള സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുക. അപ്പോൾ നോക്കി, എന്താ സ്റ്റെം സെൽസ്? ടൈപ്പ് ഓഫ് സെൽസ് സച്ച് ആസ് മസിൽ സെൽ, ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു വേരിയസ് ടൈപ്പ് ഓഫ് സെൽസ്. ഏത് സെല്ലായിട്ട് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്റ്റെം സെൽസിനുണ്ട്. ദേ ആർ കോൾഡ് ദ മാസ്റ്റർ സെൽ ബിക്കോസ് ദേ ഹാവ് എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ടൈപ്സ് ഓഫ് സെൽസ്. ഈ സ്റ്റെം സെൽസിനെ നമ്മൾ വിളിക്കുന്നത് എന്താ വിളിക്കുക? മാസ്റ്റർ സെൽ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് മാസ്റ്റർ സെൽ എന്ന് വിളിക്കുക? ബിക്കോസ് ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ് ഇൻ ദ ബോഡി. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ അത്. ഇനി എവിടേക്കാണ് സ്റ്റെം സെൽസ് കാണപ്പെടുന്നത്? സ്കിന്നിലുണ്ട്, ബോൺ മാരോയിലുണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ ഉണ്ട്.
ഇനി സ്റ്റെം സെൽസ് ഹെൽപ്പ് ടു എലിമിനേറ്റ് ഡാമേജ്ഡ് സെൽ, പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ന്യൂ സെൽസ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്തി ടിഷ്യൂ. ഇപ്പോൾ ഇവർക്ക് ഈ സ്റ്റെം സെൽസിന് ഏതൊരു സെല്ലായിട്ട് മാറാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മുടെ സെൽസിൽ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു സെല്ലിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാമേജ് സെൽസിനെ റിപ്പയർ ചെയ്തിട്ട് അവിടെ ന്യൂ സെൽസിനെ കൊടുക്കാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ സ്റ്റെം സെൽസിന് കഴിവുണ്ട്. അപ്പോൾ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടി പൊട്ടൻ്റ് ആണ്. ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു എനി ടൈപ്സ് ഓഫ് ദ സെൽ ഇൻ അവർ ബോഡി. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ അവർ കാണപ്പെടുന്നത്? നമ്മുടെ ബോൺ മാരോ, നമ്മുടെ ബോണിനകത്ത് അസ്ഥികളിൽ, മജ്ജകളിലുണ്ട്, സ്കിന്നിലുണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ ഉണ്ട്. പിന്നെ it is suspected that the research of the stem cells can bring about miraculous change in the treatment of blood cancer, diabetes, Parkinson disease, etc. and also in the manufacture of artificial organ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഡയബറ്റീസ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ കേസിൽ എന്താണ്? ബ്ലഡ് സെൽസിനെയാണ് നമ്മുടെ ഈ ക്യാൻസർ ബാധിക്കുന്നത് അല്ലേ? വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെം സെൽസിൻ്റെ ഈ ടോട്ടി പൊട്ടൻസി അല്ലെങ്കിൽ ഈ ഏതൊരു സെല്ലായിട്ട് മാറാനുള്ള കഴിവ് നമുക്ക് അവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കാരണം ബോൺ മാരോ തന്നെ നമുക്ക് മാറാം അല്ലേ? ബോൺ മാരോയിലുള്ള സെൽസിനെ നമുക്ക്, കാരണം സ്റ്റെം സെൽസിന് അതിനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പുതിയ സെൽസിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് ആ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡയബറ്റീസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഡയബറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ഇൻസുലിൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാൻഗർഹാൻസിലെ ബീറ്റാ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റാ സെൽസ് ഡാമേജ്ഡ് ആയിട്ടുള്ള ബീറ്റാ സെൽസിനെ നമുക്ക് മാറ്റിക്കൊണ്ട് സ്റ്റെം സെൽസ് ഉപയോഗിച്ച് പുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബീറ്റാ സെൽസ് അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഡയബറ്റീസിനും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗൻ ഫെയിലർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമൽ കേസിൽ നമ്മൾ വേറൊരാളെ കണ്ടെത്തി, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനോട് മാച്ച് ചെയ്യുന്ന വേറൊരു പേഴ്സണെ കണ്ടെത്തിയിട്ട് ആണ് നമ്മൾ ഓർഗൻ ചെയ്യുന്നത്. അതും സക്സസ് ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സ്റ്റെം സെൽസ് ഉള്ളപ്പോൾ സ്റ്റെം സെൽസിന് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും? അവർക്ക് ഓർഗനായിട്ട് മാറാനുള്ള കഴിവുണ്ട്. കാരണം എനി സെല്ലായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്തിട്ട് അയാളുടെ തന്നെ ഓർഗൻ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് വേറൊരു ഓർഗൻ തപ്പിപ്പോകേണ്ട ആവശ്യം വരില്ല. ഒരു ഡോണറെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ സ്റ്റെം സെൽസ് കൊണ്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, സ്റ്റെം സെൽസ് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള സെൽസാണ്. അവർക്ക് എനി ഓർഗനായിട്ട്, ബോഡിയിലുള്ള ഏത് ഓർഗനായിട്ടും മാറാനുള്ള കഴിവുണ്ട്. നോക്കൂ, എവിടേക്കാണ് കാണപ്പെടുന്നത്? സ്കിന്നിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ബോൺ മാരോയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പോർഷൻസ് ഏകദേശം തീർന്നു. സെൽസ് ആൻഡ് ടിഷ്യൂസ് എന്ന് പറഞ്ഞ പോർഷൻ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൽസ് എന്താണെന്ന് പഠിച്ചു, ടിഷ്യൂസ് എന്താണെന്ന് പഠിച്ചു, സെൽസിൻ്റെ ഡിസ്കവറിയെക്കുറിച്ച് പറഞ്ഞു, അതിനകത്ത് പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും പറഞ്ഞു, ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞു, പിന്നെ ടിഷ്യൂസ് ആണെങ്കിലും പ്ലാന്റ് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് ടിഷ്യൂസും പറഞ്ഞു, പെർമനൻറ്റിൽ സിമ്പിളും കോംപ്ലക്സും പറഞ്ഞു, പിന്നെ ആനിമൽ ടിഷ്യൂസിൽ ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ് പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ സ്റ്റെം സെൽസ് പറഞ്ഞു. അപ്പോൾ ഏകദേശം നിങ്ങളുടെ സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു നമ്മൾ സിലബസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കിയേ, ഹൂ ഇൻവെൻറ്റഡ് ദ പവർഫുൾ സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് ആൻഡ് ഫസ്റ്റ് ഒബ്സർവ് ദ മൈക്രോ ഓർഗാനിസം? ഇവിടെ ആദ്യമായിട്ട് സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തെ ഒബ്സർവ് ചെയ്ത് ആരാന്നാണ് ചോദിച്ചത്? നമുക്കറിയാം. ആരാ? റോബർട്ട് ഹുക്കാണോ? ആന്റണി വാൻ ലിവാൻ ഹുക്കാണോ? പിന്നെ മത്തായിസ് സ്ലീഡൻ ആണോ? റുഡോൾഫ് വിർച്ചോ ആണോ? ആരാണ്? ലിവാൻ ഹുക്കാണല്ലേ. റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്? ഡെഡ് സെല്ലിനെയാണ് ഒബ്സർവ് ചെയ്തത്. പക്ഷേ മൈക്രോ ഓർഗാനിസത്തിനെ ആദ്യം ഒബ്സർവ് ചെയ്ത ആരാണ്? ആന്റണി വാൻ ലിവാൻ ഹുക്കാണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലേ? സ്ലീഡൻ എന്താ പറഞ്ഞേ? പ്ലാന്റിൻ്റെ ബോഡി അല്ലേ? സോറി, പ്ലാന്റിൻ്റെ ബോഡി സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ? ഇനി റുഡോൾഫ് വിർച്ചോ നമ്മൾ പറഞ്ഞു ഇല്ലേ? പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് സെൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഇത് സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് സെമി പെർമിബിൾ മെംബ്രെയിൻ. എന്തുകൊണ്ടാണ് സെൽ മെംബ്രെയിൻ സെമി പെർമിബിൾ ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് അലോ ഓൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ
It allow only selected substance to pass through. It is thick and rigid. It prevent the entry of all substance. എന്തുകൊണ്ടാ it allow only selected substance to pass through. സെലക്റ്റഡ് ചില കാര്യങ്ങളെ മാത്രമേ സെൽ മെംബ്രെയിൻ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, സെമി പെർമിയബിൾ എന്ന് പറയുക. സോ അല്ലേ, അപ്പോൾ ഇറ്റ് അലൗ ദ പാസേജ് ഓഫ് ഓൺലി ലിമിറ്റഡ് സബ്സ്റ്റൻസസ്. ദെൻ വാട്ട് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ദാറ്റ് ആക്ട് ആസ് എ പാത്വേ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ. ആരാണ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്? ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആരാണ്? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സീൻ ഇൻ ദ ന്യൂക്ലിയസ് ദാറ്റ് ക്യാരി ജീൻസ് ആർ കോൾഡ്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഏതാണ്? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഏതാണ്? ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്ത്, ന്യൂക്ലിയോലസിനകത്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം കാണപ്പെടുന്നത്. ഓക്കെ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ദെൻ നോക്ക്, പാരൻകൈമ ഈസ് ദ ടിഷ്യൂ ഹാസ്. പാരൻകൈമയുടെ പ്രത്യേകത എന്താണ്? ഡെഡ് സെൽസ്, ലിവിങ് സെൽസ് വിത്ത് തിൻ വോൾ, ലിഗ്നിഫൈഡ് തിക്ക് വോൾ ആൻഡ് നോട്ട് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഏതാ പാരൻകൈമ? ലിവിങ് സെൽസ് വിത്ത് തിൻ വോൾ അല്ലേ? ലിവിങ് സെല്ലല്ലേ പാരൻകൈമ? തിൻ വോൾ അല്ലേ ഉള്ളത്? ഡെഡ് സെല്ലാണോ? അല്ല. ഡെഡ് സെല്ല് ഏതായിരുന്നു? സ്ക്ലീറൻകൈമയും സൈലവുമായിരുന്നു അല്ലേ? ഇനി ഫ്ലോയം ഈസ് റെസ്പോൺസിബിൾ ഫോർ. ഫ്ലോയം എന്തിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഏതാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. സൈലം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഫ്രം ദ റൂട്ട്സ് ടു ദ ലീവ്സ്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം ദ ലീവ്സ് ടു ദ അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ദെൻ സ്റ്റെം സെൽ. സ്റ്റെം സെൽസ് ആർ കോൾഡ് മാസ്റ്റർ സെൽസ് ബിക്കോസ് എന്തുകൊണ്ടാണ് സ്റ്റെം സെൽസ് മാസ്റ്റർ സെല്ലാന്ന് അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ക്യാൻ ഡിവൈഡ് റാപ്പിഡ്ലി, ക്യാൻ ഡെവലപ്പ് ഇൻ ടു മെനി ടൈപ്സ് ഓഫ് സെൽ, ആർ ഡെഡ് സെൽസ് ഫ്രം ടിഷ്യൂസ് ഡയറക്ട്ലി, ഫോം ടിഷ്യൂസ് ഡയറക്ട്ലി. ഏതാ? ക്യാൻ ഡെവലപ്പ് ഇൻ ടു മെനി ടൈപ്സ് ഓഫ് സെൽസ്. സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത എന്താ? ഏത് സെല്ലായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് സ്റ്റെം സെൽസിനുണ്ട്. സ്റ്റെം സെൽസിൻ്റെ ഈ പ്രത്യേകത യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് ആൻഡ് ബ്ലഡ് ക്യാൻസർ ആൻഡ് ഓൾസോ ഫോർ ദ സിന്തസിസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻ. ഓക്കെ അല്ലേ? ഇനി ദ ന്യൂക്ലിയോലസ് പ്ലേ ഇൻ ദ ഈസ് അൻ ഇൻഡയറക്റ്റ് റോൾ ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് ബിക്കോസ് എന്തുകൊണ്ടാണ് പ്രോട്ടീൻ സിന്തസിസ് ആരാ ചെയ്യുന്നത്? റൈബോസോം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ന്യൂക്ലിയോലസ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് റോൾ ചെയ്യുന്നുണ്ടെന്ന്. അതെങ്ങനെയാണ്? കാരണം ഇവിടെ റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസ് ആണ് അല്ലേ? ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസ് ആണ് റൈബോസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈബോസോം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്? സിന്തസിസ് ഓഫ് റൈബോസോം. അപ്പോൾ ന്യൂക്ലിയോലസിൻ്റെ പ്രോട്ടീൻ സിന്തസിസിലുള്ള റോള് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി എ വുഡി സ്റ്റെം റിമൈൻസ് ഹാർഡ് ആൻഡ് സ്ട്രോങ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഒരു വുഡി സ്റ്റെം ഹാർഡായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് സ്ക്ലീറൻകൈമ, ലാർജ് വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ് ഇൻ സെം, തിൻ സെൽ വോൾ. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് സ്ക്ലീറൻകൈമ. എന്തുകൊണ്ടാണ് പ്രസൻസ് ഓഫ് സ്ക്ലീറൻകൈമ ഹാർഡ് സ്ട്രക്ചർ ആകുന്നത്? സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെൽ വാൾ എങ്ങനെയാണ്? ഭയങ്കര യൂണിഫോംലി തിക്കനാണ്, എല്ലായിടത്തും ഒരേപോലെ തിക്നെസ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് സ്ക്ലീറൻകൈമ എന്തായത്? ഹാർഡ് സ്റ്റെമ്മിന് റീസൺ ആയത്. ഓക്കെ അല്ലേ? ഇനി സ്റ്റെം സെൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ ബിക്കോസ് ദേ ഡിസ്ട്രോയ് വൈറ്റ് ബ്ലഡ് സെൽസ്, റീപ്ലേസ് ഡാമേജ്ഡ് ബോൺ മാരോ സെൽസ്, ഇൻക്രീസ് ഗ്ലൂക്കോസ് ലെവൽ, റെഡ്യൂസ് ഇൻഫെക്ഷൻ. എന്താ? നോക്കിക്കേ, റീപ്ലേസ് ഡാമേജ്ഡ് ബോൺ മാരോ സെൽസ്. അതായത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാവുന്നത് നമ്മുടെ ബോൺ മാരോയിൽ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിൽ ക്യാൻസറസ് ആകുമ്പോഴാണ്. ബ്ലഡ് സെൽസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ബോൺ മാരോയിൽ. അപ്പോൾ നമുക്ക് ആ ബോൺ മാരോ സെൽസിനെ മാറ്റി വയ്ക്കാം. എന്ത് യൂസ് ചെയ്തിട്ട്? സ്റ്റെം സെല്ല് യൂസ് ചെയ്തിട്ട്. ഇനി നോക്കിയേ, സെൻട്രോസോം ഈസ് ഫൗണ്ട് ഓൺലി ഇൻ. എവിടെയാണ് സെൻട്രോസോം കാണപ്പെടുന്നത്? പ്ലാന്റിലാണോ, ആനിമലിലാണോ, ബാക്ടീരിയയിലാണോ, ഫംഗയിലാണോ? എവിടെയാണ്? ആനിമൽസിൽ മാത്രമേ സെൻട്രോസോം ഉള്ളൂ. നമ്മൾ പറഞ്ഞു സെൻട്രോസോമിലുള്ള സെൻട്രിയോളുകൾ സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നു. വിച്ച് പിഗ്മെന്റ് ഇമ്പാർട്ട് റെഡ് കളർ ടു ദ പ്ലാന്റ് പാർട്ട്? ഏതാണ് റെഡ് കളർ കൊടുക്കുന്നത്? ആന്തോസയാനിനാണ് റെഡ് കൊടുക്കുന്നത്. പിന്നെ അസസറി പിഗ്മെന്റ്സ് ട്രാൻസ്ഫർ ദ അബ്സോർബ്ഡ് ലൈറ്റ് എനർജി ടു എന്താ അസസറി പിഗ്മെന്റ് എങ്ങോട്ടാണ് ചെയ്യുന്നത്? ക്ലോറോഫില്ലയിലേക്ക് അല്ലേ? അസസറി പിഗ്മെന്റ് എന്താണ്? അവർ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവർ ഇത് വലിച്ചതിന് ശേഷം എങ്ങോട്ട് കൊടുക്കും? സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് ശേഷം ക്ലോറോഫില്ലയിലേക്ക് കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി ലൈസോസോം ആർ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ, സൂയിസൈഡ് ബാഗ്സ് ഓഫ് ദ സെൽ, പ്രോട്ടീൻ ഫാക്ടറീസ്, സ്റ്റോറേജ് സാക്സ്. ഏതാ ലൈസോസോം? സൂയിസൈഡ് ബാഗ്സ് ഓഫ് ദ സെൽ അല്ലേ? കാരണം എന്താ? ലൈസോസോമിലുള്ള എൻസൈം ആയിട്ടുള്ള ലൈസോസൈം സെല്ല് ഡാമേജ് ആയാൽ സ്വന്തമായിട്ട് അതിനെ നശിപ്പിക്കുന്നു.
മൈറ്റോകോൺട്രിയ ആർ അബണ്ടന്റ് ഇൻ വിച്ച് സെൽസ്? എവിടെയാണ് മൈറ്റോകോൺട്രിയ അബണ്ടന്റ് ആയിട്ടുള്ളത്? സ്കിൻ സെൽ, മസിൽ സെൽ, ബോൺ സെൽ ആൻഡ് ഹെയർ സെൽ. എവിടെയാ? മസിൽ സെൽ ആൻഡ് ലിവർ സെൽ. കാരണം എന്താ? എനർജി റിക്വയർമെൻറ്റ് കൂടുതലുള്ള ഭാഗമാണ് ഈ മസിൽ സെല്ലും ലിവർ സെല്ലും. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷനാണ്, പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു റീജൻസിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ സെൽ ആൻഡ് ടിഷ്യൂസ് എന്നുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ഉള്ള ക്ലാസ്സാണ് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ സിലബസ് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.